പിന്നെ അതൊക്കെ കുറച്ച് കൂടി കയ്യിലേക്കാകും. ശ്വാസോച്ഛ്വാസം ഈ ഭയങ്കര പരിഭ്രമാവസ്ഥയല്ല. മുഖം കൊണ്ടല്ല അഭിനയിക്കേണ്ടത്, മനസ്സുകൊണ്ടാണ് അഭിനയിക്കേണ്ടത്. ഈ പ്രണയം ഉണ്ടല്ലോ, പ്രണയം എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത സംഭവം എന്നുവെച്ചാൽ എൻ്റെ പ്രണയം ഇങ്ങനെ അല്ല. തന്ത വൈബ് എന്നൊരു വാക്ക് പോയി ഉപയോഗിക്കും. ആലോചന എനിക്ക് സഹിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ ഏതാ മതം ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലൊരു അവിയൽ ഭാഗം ഏതാ ഈ റൈഫിൾ ക്ലബ്ബ് ക്യാരക്ടർ അത് വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. നമ്മുടെ നായക സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ നായകനും ഹീറോയിൻ ഉണ്ടല്ലേ. ഏത് മതമാണ് ഈ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്നത്? പുള്ളിക്ക് അത്ര തൃപ്തിയായില്ലെന്ന് തോന്നുന്നത്. ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു 8 ഫൈറ്റാ. അപ്പം ഞാൻ കൂലിപ്പണി പോലെ രാവിലെ ഇറങ്ങും. കുട്ടേട്ടൻ ജനിച്ചത് ഇവിടെയല്ല അല്ലെ, കൊല്ലംപൂരിലാണ്. അച്ഛനാണ് പ്രസവം എടുത്തെന്നൊരു കഥയുണ്ട്, അങ്ങനെയുണ്ടോ? അതൊന്ന് പറഞ്ഞു തുടങ്ങാം. ശരിക്കല്ല, അതാണ് കഥ. അല്ല, ഞാൻ അച്ഛൻ മലേഷ്യയിൽ നിന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പോന്നു. ഇവിടെ വന്ന് അമ്മയെ കല്യാണം കഴിച്ച ശേഷം ഇവിടെ ഇപ്പോൾ അന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് കുമ്പളത്തിയംഗം പിള്ളേരുടെ നേതൃത്വത്തിൽ അവിടെയൊക്കെയാണ് കുറേ വർക്ക് ചെയ്തിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞു വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞാൽ വീണ്ടും ജോലിയില്ലാത്തൊരവസ്ഥ വന്ന് തിരിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ സിസ്റ്ററിന് 1 വയസ്സ് പിറന്നാളായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിലാണ്. അവിടെ ഞാൻ ജനിച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചും പോകുന്നു. അവിടെ ഞാൻ പ്രസവത്തിന് കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ചീനന്മാരോ ജപ്പാൻകാരൊക്കെ ആണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ട്. അമ്മ നമ്മുടെ നാട്ടിൻപുറത്തുകാരിയാണ്. അമ്മ എനിക്ക് വലിയ പാടാണ്. അതുകൊണ്ട് പിന്നെ അച്ഛമ്മ പിന്നെ എല്ലാം എങ്ങനെയാണ് എനിക്ക് നിങ്ങളാണ് കുഴപ്പമില്ല. അച്ഛൻ പിന്നെ എന്താ ആയിക്കോട്ടെ അങ്ങനെയാണെന്ന് അച്ഛൻ ഇതറിയാം. കുറച്ചൊക്കെ ഈ മെറ്റീരിയൽ പഠിച്ച് പാസ്സായിട്ടുണ്ട്. അന്ന് അത് പാസ്സായാലും അവിടെ ഡ്രസ്സർ പരീക്ഷ ഉണ്ട്. ഈ ഡ്രസ്സർ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം മെഡിസിനൊക്കെ കൊടുക്കാം, ചെറിയ ഈ മുറിവൊക്കെ ഇത് ചെയ്യാം. അപ്പം അങ്ങനെയാണ് റബ്ബർ എസ്റ്റേറ്റ് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയാണ് റബ്ബർ എസ്റ്റേറ്റിൻ്റെ സൂപ്രണ്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് നല്ല ജോലിയായിരുന്നു ആ കാലത്തൊക്കെ. അത് ഈ പരീക്ഷ പാസ്സായതുകൊണ്ടാണ്. അത്യാവശ്യം ഇതൊക്കെ അറിയാവുന്നല്ല, ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഈ കടും കൈക്ക് തയ്യാറായി. അങ്ങനെ രാത്രി 11:30 മണിയായപ്പം ജനുവരി 12 1950 ജനുവരി 12 ഞാനിങ്ങനെ തലകുത്തി അച്ഛൻ്റെ കൈകളിലേക്കാണ് വീണത്. പിന്നെ ആ കൈ പിടിച്ചാണ് നടന്നത്. ഇതൊരു വലിയ ഭാഗ്യമല്ലേ. പിറ്റേ ദിവസം അവിടുത്തെ സായിപ്പ് അച്ഛനെ വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം നന്നായി ബുക്ക് വായിക്കുമായിരുന്നു. അച്ഛന് ബുക്സ് വായിക്കുന്നത് ഭയങ്കര കമ്പനിയായിരുന്നു ഇതുണ്ട്. പിറ്റേ ദിവസം പുള്ളി വന്നപ്പം എന്നെ കണ്ടു. പുള്ളി അച്ഛനെ ഒരുപാട് ചീത്ത വന്നു. നീ ഇങ്ങനെ ചെയ്തതായതെന്നൊക്കെ ചോദിച്ചിട്ട് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഈ ഡോക്ടേഴ്സ് പോലും അങ്ങനെ ചെയ്യാറില്ല. സ്വന്തം കാര്യം വരുമ്പോഴേ അതൊരു വലിയ ഭാഗ്യമായിട്ട് എൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിലൊരാളെ ഞാനാണെന്നാണ് വിശ്വസിക്കുന്നത്. സ്വന്തം അച്ഛൻ്റെ കയ്യിലേക്കല്ലേ വീണത്. മരിക്കുന്നവരെ ഞാൻ ആ കൈ പിടിച്ച് നടന്നതും. അതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അച്ഛനോടൊപ്പം. ഞങ്ങളിതിന് അങ്ങനെ വലിയ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. അച്ഛൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുമായിരുന്നു. അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതാണ് ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇത് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്ന് നാടക ട്രൂപ്പും അങ്ങനെ ഒരു ബാല്യമാണ് അല്ലേ. ഞാൻ അച്ഛനോടൊപ്പം ഈ പറഞ്ഞ മാതിരി കുട്ടിക്കാലത്ത് തന്നെ നാടക റിഹേഴ്സലൊക്കെ ഇവിടെ തന്നെ അല്ലേ. പണ്ടിതൊരു കൊച്ചു വീടായിരുന്നു. ഇവിടെ ചായ്പുണ്ട്, ചെറിയ ചായ്പ്, കഷ്ടിച്ചൊരു 8-9 അടി വീതിയുള്ള, അതിനകത്തായിരുന്നു റിഹേഴ്സൽ. പിന്നെ ഇവിടെ വീട് വെച്ച് ഇവിടെ തന്നെ റിഹേഴ്സൽ പുറകിലൊക്കെ ആയി. ഞാൻ കണ്ടു വളർന്നത് നാടകാഭിനയവും ഈ പറഞ്ഞ അച്ഛൻ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നതും അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കരിയറിനെ കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും ഒന്നും ആലോചിച്ചില്ല, ഒട്ടും താല്പര്യമില്ല പഠിക്കാനൊന്നും. പിന്നെ ഈ അച്ഛൻ എന്നോട് കഥകൾ പറയുന്നത്, ഇപ്പം നാടകത്തിനെ പറ്റി, ഷേക്സ്പിയർ നാടകങ്ങളെ പറ്റിയൊക്കെ പറയുന്നതും ആ കഥാപാത്രങ്ങളെ പറ്റി അവർക്ക് വിഷ്വൽ സഹിതമാണ് പറയുന്നത്, ആ ക്യാരക്ടേഴ്സിനെ പറ്റി. അപ്പം അച്ഛൻ നാടകത്തിൽ റിഹേഴ്സൽ നമ്മളെ ക്യാരക്ടറാക്കുന്നത് അങ്ങനെയാണ്. ഈ സാധാരണ എല്ലാവരും പറയും പോർഷൻ എഴുതി കൊടുത്ത് പഠിക്കാൻ പറയുമല്ലോ. അച്ഛൻ പഠിക്കണ്ട,
ആരും പഠിക്കണ്ട, കഥാപാത്രം എന്താണെന്ന് പറയും. എന്നിട്ട് അയാൾ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, ആ കഥാപാത്രം എന്താണ് എന്നാൽ ആ കഥാപാത്രം എന്താണുള്ള ബോധം നമ്മുടെ നടന്മാരെ സൃഷ്ടിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പലരും അച്ഛൻ പറയുന്നു, പലരും അങ്ങനെ ഒന്നും ആകാൻ പറ്റുന്നില്ല, പിന്നെ ആയിത്തീരുന്നു, അവരങ്ങനെ ആയിത്തീരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ആദ്യത്തെ നാടകത്തിൽ അഭിനയിക്കുന്നത് അതെനിക്കൊരു 5-6 വയസ്സുള്ളപ്പോൾ പോർട്ടർ കുഞ്ഞാലി എന്ന് പറഞ്ഞ നാടകം, അതാണ് ആദ്യം ഞാൻ അഭിനയിക്കുന്ന നാടകം. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വല്ല പകരത്തിന് ആൾക്കാരൊക്കെ പിന്നെ അസുഖമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നാടകമല്ലേ മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പകരം കയറി അഭിനയിക്കും. പകരക്കാരനായിട്ട് കുറേ അതൊക്കെ അന്ന് ഞാനൊരു 10-18 വയസ്സുള്ളപ്പം അത് കാവാലിക നാടകം ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് അന്ന് ഞാൻ SN കോളേജിൽ ചേർത്തലയാണ് പഠിക്കുന്നത്, പ്രീ ഡിഗ്രിക്ക്. അപ്പോൾ ഞാൻ ഒരു ശനിയാഴ്ച ഇവിടെ വന്നു. പച്ചമണി വാ നമുക്ക് തിരുവനന്തപുരത്ത് നാടകം, 2 ദിവസം ഫ്രീ അല്ലേ. ഞാനും വണ്ടിയെ കയറി. കോട്ടയത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അതിനകത്ത് ഒരു കഥാപാത്രം അഭിനയിക്കുന്ന ആൾ വന്നിട്ടില്ല. പുള്ളിക്ക് പനി, മരടി ജോസഫ് എന്ന് പറഞ്ഞ ആൾ. അന്ന് ആ പുള്ളി അഭിനയിക്കുന്ന കഥാപാത്രം ഒരു 10-65 വയസ്സുള്ള ഒരു കുന്നംകുളം ഇട്ടൂപ്പ് എന്ന് പറയുന്ന ഒരു കല്യാണ ബ്രോക്കർ. കുന്നംകുളം ഭാഷയാണ്, പ്രായം 10-65 വേണം, പിന്നെ ഈ ഭാഷയും പ്രായം. അപ്പോൾ പുള്ളിയില്ല. അപ്പോൾ എല്ലാവരും വല്ല പാനിക്ക് ചെയ്യും, എന്ത് ചെയ്യും, നാടകം ട്രിവാൻഡ്രത്ത് വൈകുന്നേരം നാടകമുണ്ട്. അച്ഛൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ അന്ന് ഈ മൊബൈലില്ല, ആരോ നമ്മൾ ഒരു ഹോട്ടലിൻ്റെ വാതിൽ നമ്മൾ നിൽക്കുന്നത്, അവിടുത്തെ ഫോൺ വന്നു ഇങ്ങനെ വരില്ല. അച്ഛൻ വാ പോവാം. സാറേ ആരാ? ഇപ്പോൾ നാടകത്തിൽ ഈ മ്യൂസിക്കിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഗിറ്റാർ വായിക്കുന്ന, അവരൊക്കെ അഭിനയിക്കുന്നുണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ. കുറച്ച് വണ്ടി അങ്ങ് വിട്ടെങ്കിൽ വെച്ചാൽ എടാ നീ ആ റോൾ അഭിനയിക്കുന്നത് കേട്ടോ. ഞാൻ അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ ഈ കാവാലിൻ്റെ ഈ റിഹേഴ്സൽ നടക്കുമ്പം ഞാനിവിടെ ഇല്ല. മറ്റേ റിഹേഴ്സൽ എനിക്ക് കണ്ട് പരിചയമുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ആ റിഹേഴ്സലും കണ്ടിട്ടില്ല. നാടകം 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ആരെയും നാടകം കളിക്കണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ അല്ലല്ല അഭിനയിക്കാൻ പറ്റും. ഇത് പറഞ്ഞിട്ട് അച്ഛനും കിടക്കും. അവിടെ ഒരു അച്ഛന് ബെഡുണ്ട് വണ്ടിയിൽ, കിടപ്പാ, ഇരിപ്പല്ല. അങ്ങനെ അച്ഛൻ ഇപ്പം പഠിക്കുന്നത് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ് നിനക്ക് പറ്റുവാടാ അതൊക്കെ. അങ്ങനെ കിടന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ പോയി പറയുന്നു, കുന്നംകുളം ഭാഷ, പ്രായം. അങ്ങനെ അവസാനം VJT ഹാളിൽ നാടകം. ആ നാടകം കളിച്ചപ്പോൾ സംഭവം ഉണ്ടായി. അതായത് ആ നാടകത്തിൽ ഈ കുന്നംകുളം ഇട്ടപ്പിൻ്റെ ഡയലോഗുണ്ട്. ഇയാൾക്ക് മന്ദപനിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെ ഭയം കൊണ്ട് എന്നെ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഞാനിത് ഇരിക്കുകയാണ്. അങ്ങനെ സെക്കൻഡ് സീൻ തുടങ്ങുമ്പോൾ കർട്ടൻ പൊങ്ങിയാൽ യൂട്യൂബാണ്. ഫസ്റ്റ് സീൻ ഗംഭീരമായിട്ട് ആൾക്കാർ കൈയടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കർട്ടൻ പൊങ്ങി കഴിയുമ്പോൾ ഇയാൾക്ക് മന്ദപനിയായിട്ടിരിക്കുക. കല്യാണ ബ്രോക്കറായിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പം എടാ ഇത്താക്കേ അവിടുത്തെ വേലക്കാരനെ വിളിക്കും, ഒന്നിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ഒരു കാപ്പി വേണേക്ക്. അപ്പോൾ അവൻ പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ എനിക്ക് മന്ദുണ്ട്. ഇയാളിത് മന്ത് മറയ്ക്കുന്ന സ്വകാര്യം കാണിക്കല്. അങ്ങനെ ഇവർ തമ്മിൽ നീ പോടാ ചവി എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ ഇത് മന്ദല്ലേ, പോടാ ചവി, ഇത് മന്ദൊന്നുമില്ല, ഇത് വെറും തലനീരാ എന്ന് പറഞ്ഞത്. ഇട്ടൂപ്പിയുടെ എൻ്റെ അമ്മായിയമ്മയുടെ കാല് കണ്ടിട്ടുണ്ടോ? നിൻ്റെ അമ്മായിയമ്മയുടെ കാല് ഞാനെങ്ങനെ കാണണേ എന്നാണ് ഡയലോഗ്. വയ്ക്കുക. ഇതാണ് ഇട്ടൂപ്പിയുടെ എൻ്റെ അമ്മായിയമ്മയുടെ കാല് കണ്ടിട്ടുണ്ടോ? നിൻ്റെ അമ്മായിയമ്മയുടെ കാല് ഞാനെങ്ങനെ കാണുക? ഈ എൻ്റെ പരിഭ്രമം തുടങ്ങിയുള്ളൂ. നിൻ്റെ ഈ കാലെന്നുള്ള വാക്ക് കിട്ടും, നിൻ്റെ അമ്മായിയമ്മയുടെ ഞാനെങ്ങനെ കാണണം. പക്ഷേ ഓഡിയൻസിൽ നിന്നൊരു ചിരി ഉയർന്നിട്ട് ഭയങ്കര ചിരി. എനിക്ക് സംഭവം മനസ്സിലാകുന്നില്ല. ഞാൻ സ്ലിപ്പ് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. എനിക്ക് അന്നത്തെ പേടിയൊക്കെ പോയി ഏറ്റവും സംഗതി ആയിട്ടില്ല. അപ്പോൾ സൈഡിൽ നിന്ന് ചിറ്റയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിറ്റയൊക്കെ ഈ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി അവരൊക്കെ ചിരി. അപ്പോൾ എനിക്ക് അങ്ങനെ പിന്നെ എനിക്ക് പ്രശ്നമില്ല. കൊള്ളാം. ഞാൻ പിന്നെ ഈ സൈക്കിളൊക്കെ കയറുന്നവരെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് പിന്നെ പുറത്തോടെ വരുമ്പോൾ അച്ഛൻ ചോദിച്ചു എന്നാ നീ പറഞ്ഞു. അന്നത്തെ കാലത്ത് അച്ഛൻ്റെ നാടകങ്ങൾ അശ്ലീലം ഉണ്ടെന്നുള്ള ഒരു പദപ്രയോഗമൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള അതൊരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എൻപിള്ളി അങ്ങനെ തന്നെ എഴുതിയത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്താണെങ്കിലും അതാണ്
എന്നെ ആ നാടകത്തിൽ നാടകം കഴിഞ്ഞൊന്ന് പലരും പറഞ്ഞു ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല അതൊരു വലിയ അനുഭവമാണ്. അപ്പം അങ്ങനെ പ്രായമായ കഥാപാത്രം അഭിനയിക്കാൻ അന്നും എനിക്ക് താല്പര്യമുണ്ട്. എന്നിൽ നിന്ന് വിട്ട് പ്രായം എന്നല്ല ഞാൻ പറയാം, എന്നിൽ നിന്നേ ഞാൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് മാറി വേറൊരു കഥാപാത്രം അഭിനയിക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ സിനിമയിലിപ്പം അങ്ങനത്തെ കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു രസം. എങ്ങനെയാണ് കാബാലികയിലെത്തിയത്? ഈ തിയേറ്ററിൽ നിന്ന് സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ്? എൻട്രി ചെയ്യുന്ന കാബാലിക അച്ഛൻ ആണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പം അങ്ങനെ എന്നെ വിളിച്ചതാണ്. നീ പറഞ്ഞ് ഞാൻ അച്ഛനോട് വെറും ഡ്രൈവറായിട്ട് പോയതാണ്, വണ്ടി ഓടിക്കാൻ പോയതാണ്. അന്ന് ആരും അഭിനയിക്കാൻ വന്നില്ല. അപ്പം മണിച്ചേട്ടൻ മന്നക്കുട്ടൻ മണി എന്ന് വെച്ചാൽ ക്രോസ് ബെൽറ്റ് മണി, അദ്ദേഹമാണ് എൻ്റെ ഡയറക്ടർ. മന്നക്കുട്ടൻ അഭിനയിക്കും. ഞാനില്ല. എനിക്കിത് കണ്ടപ്പോൾ തന്നെ അത്ര സുഖമായിട്ട് തോന്നിയില്ല പരിപാടി. എന്താ വെച്ചാൽ ഒരു എവിടെയോ നമുക്കൊരു ബന്ധമില്ല, കഷ്ണമായിട്ട് എടുക്കരുത്. ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. നമ്മൾ ഒരു നാടകത്തിന് സ്റ്റേജിലേക്ക് കയറി വന്നു, ഒരു കാര്യം നടക്കുന്നു, ആ കാര്യത്തിനനുസരിച്ച് പെരുമാറുന്നു, അതിൻ്റെ ഒരു പരിണാമഗുപ്തി ഉണ്ടാവുമല്ലോ ആ സംഭവത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ. ഇത് അതില്ലല്ലോ. ഇത് കഷ്ണമല്ലേ. ആ കഷ്ണം കഴിയുമ്പോൾ മറ്റേ കഷ്ണം തുടങ്ങിയതിൻ്റെ അവിടെ നിന്ന് വേണ്ടേ, അല്ല ചിലപ്പോൾ ഇതും കാണുകയല്ല വേറെ സ്ഥലത്തു നിന്നായിരിക്കും. അങ്ങനെയൊക്കെ അതിൻ്റെ എന്തോ ഒരു അകൽച്ച തോന്നിയത്. പിന്നെ ഇത്ര വലിയ പിന്നെ അന്ന് സിനിമയെന്ന് പറഞ്ഞാൽ വേറെ ദൂരെ മദ്രാസിലുള്ള സാധനമല്ലേ, നമ്മളെ ഇവിടെയെങ്കിലും ഇല്ലല്ലോ. പിന്നീട് ഞാനൊരു 81 മറ്റേ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിരുന്നൊരു രവി ആലുമൂട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എൻ്റെ പ്രായമുള്ളതാണ്. പുള്ളി ഇവിടെ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് പുള്ളി പോയി KT മുഹമ്മദിൻ്റെ സൃഷ്ടി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന നാടകങ്ങളായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം ആ സൃഷ്ടി സിനിമയായി. അതിനകത്തൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഈ രവിയെ ചെയ്തത്. അങ്ങനെ രവിയെ വിളിച്ചു. രവി ഗംഭീര ആക്ടറാണ്. അയാൾ ഗംഭീര ആക്ടറാണ്. അതും രവി അതെല്ലാം കഴിഞ്ഞ് രവി ഒരു പടം എടുത്തു. M. സുകുമാരൻ്റെ ശേഷക്രിയ എന്ന് പറഞ്ഞൊരു നോവലെ ബേസ് ചെയ്തുകൊണ്ട് അതിനെന്തോ ചെറിയ അവാർഡൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പുള്ളി സിനിമ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. കൂട്ടാ നമുക്കൊരു പടം ചെയ്യാം. ഞാൻ രവി ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പം രവി പറഞ്ഞു ഇത് നമ്മൾ അങ്ങനത്തെ സിനിമയല്ലത്, ഇത് അന്നങ്ങനെയാണല്ലോ ഈ 70s ആർട്ട്, നമ്മുടെ അരവിന്ദൻ, ജോൺ അബ്രഹാം, അങ്ങനെ ഒരു അത് വേറൊരു കൾട്ടാണല്ലോ. അങ്ങനെയല്ല. അപ്പോൾ ഈ നാടകത്തിൻ്റെ ഒക്കെ ഓട്ടം ഒന്ന് കുറഞ്ഞ് ഈ മഴ സമയമാണ്, റിഹേഴ്സലൊക്കെ ഉള്ള സമയം. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ പോയി നോക്ക്, നാടകമൊന്നുമില്ല ഇപ്പം, ശരി നോക്ക്, 5-10 ദിവസത്തെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അത് അഭിനയിക്കുമ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ അറിഞ്ഞു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അവിടെ ചെന്നപ്പം ഫിലിമും ഇല്ല, കലങ്കാപ്പ് കുടിക്കാൻ പോലും നിവർത്തിയില്ലാത്ത ഒരു സെറ്റപ്പാണ്. അങ്ങനെ ഞാൻ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനീ പോന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നാണ് ശരിക്കും പറഞ്ഞാൽ നാണക്കേട്. ഈ ആൾക്കാരൊക്കെ അറിയുകയും ചെയ്തു സിനിമയിൽ അഭിനയിക്കാൻ പോയി. ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു തോന്നൽ ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഉണ്ടായത്. പിന്നെ കഴിഞ്ഞ സുറുമേട്ട കണ്ണെന്ന പടത്തിനകത്താണ് എന്നെ അല്ല സുറുമേട്ട കണ്ണ് മുമ്പ് ശ്രീകുമാരൻ സാറ് ഒരു പടം ചെയ്തു, അമ്മയ്ക്കൊരു ഉമ്മ എന്ന് പറഞ്ഞു, കോട്ടയത്ത്. അതിന് ജഗതി ശ്രീകുമാറാണ് ഹീറോ. അന്നത്തെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ് ഹീറോയിൻ. ശ്രീകുമാരൻ തമ്പി പ്രൊഡ്യൂസ് ചെയ്തത്. അതിനകത്ത് ഭാഗ്യലക്ഷ്മിയുടെ കാമുകനൊരു ക്യാരക്ടറുണ്ട്, ചെറിയ ക്യാരക്ടറാണ്, പക്ഷേ വളരെ ശ്രദ്ധേയമായ ക്യാരക്ടറാണ്. അത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു റിഹേഴ്സൽ സമയത്താണ് എന്നെ വിളിച്ചു. 2 സീനേ ഉള്ളൂ. അതാണ് ഞാൻ സുറുമേട്ട കണ്ണിന് മുൻപ് ചെയ്യുന്നത്. പിന്നെ ഈ സുറുമേട്ട കണ്ണത്ത് ഇങ്ങനെ ഒരു ഹീറോ വേഷം ചെയ്തു. ആ പടം പൊട്ടി. പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ആരും വിളിക്കുകയല്ലോ. അങ്ങനെയുണ്ടല്ലോ ഈ സിനിമയ്ക്ക് വിശ്വാസങ്ങൾ ഭയങ്കരമാണ്. ഇന്നത്തെ പോലെ ഒന്നുമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രകുമാറിൻ്റെ പല പടങ്ങളുണ്ടായിരുന്നു. ആന, ഉയരിഞ്ഞു നാടാകെ, അങ്ങനെ അദ്ദേഹം തന്നെ എല്ലാ പടങ്ങളും വിളിക്കുമായിരുന്നു. പിന്നെ PG വിശ്വംഭരൻ്റെ പിൻനിലാവ്, ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം, അങ്ങനെ കുറേ. അത് കഴിഞ്ഞപ്പോഴാണ് ന്യൂഡൽഹി. അപ്പം അതിൻ്റെ സമയത്തൊക്കെ ഞാൻ അതോടൊപ്പം തന്നെ നാടകവും കളിക്കും, സിനിമ ഉണ്ടെങ്കിൽ സിനിമ അഭിനയിക്കും, പകരത്തിന് ഒരാളെയൊക്കെ വെച്ചിട്ട്. ന്യൂഡൽഹി മുതൽ പിന്നെ ഫുൾ ടൈം നാടകം അഭിനയിക്കാൻ സമയമില്ലാതായി. അതുകൊണ്ടാണ് നാടകത്തിൽ നിന്ന് വിട്ടത്. പിന്നെ ഈ പറഞ്ഞ നാടകം വീണ്ടും തുടങ്ങിയിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ അച്ഛൻ്റെ നാടകങ്ങളൊക്കെ 4 സ്ത്രീ കഥാപാത്രങ്ങൾ മിക്കവാറും ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളെ ഒരു കഥാപാത്രം തന്നെ ചെയ്യാൻ ആളില്ല. ഇപ്പം പല നാടക കമ്പനികളും ഒരു സ്ത്രീ അല്ലെങ്കിൽ 2 സ്ത്രീകൾ, എന്നിട്ട് 4-5 ക്യാരക്ടേഴ്സ് കാണും, അമ്മയായിട്ടും അമ്മുമ്മയായിട്ടൊക്കെ മാറി. അപ്പോൾ നാടകങ്ങളൊക്കെ അതുപോലെ എഴുതേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, നാടകങ്ങൾ പണ്ട് വിലയുള്ളതായിരുന്നു. ഈ പറഞ്ഞ ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ ടിക്കറ്റ് വെച്ചായിരുന്നു, വില കൊടുത്ത് കാണേണ്ട ഒരു സാധനമായിരുന്നു നാടകം.
ഈ പ്രേക്ഷകനാണെങ്കിൽ 10,000 പ്രേക്ഷകരേ ഉള്ളൂ, 500 മെമ്പേഴ്സ് കാണും. പിന്നെ ഈ പറഞ്ഞ പ്രഗത്ഭരായ നാടകൃത്തുക്കളുടെ നാടകം നിർബന്ധം ആൾക്കാർ വരും. അത് 100-150 രൂപ ടിക്കറ്റിനാണ്. അപ്പോൾ ആ വിലയുണ്ടായിരുന്നു നാടകത്തിന്. അത് ആ കാലം മാറി. പിന്നെ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഇത്രയും വലിയ ആൾക്കൂട്ടമല്ലേ, അവിടെ ചെല്ലുമ്പോൾ ലൗഡാകണം. അപ്പോൾ അതാണ് നാടകം. ഇപ്പം നമ്മൾ പലരും പറയുന്ന നാടകത്തിൽ അഭിനയം ഓവർ ആക്ടിങ് എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ അല്ല. പണ്ടൊന്നും ഞങ്ങൾ കളിക്കുന്ന ഈ രീതിയേ അല്ല. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുന്നത് തന്നെ റിയലിസ്റ്റിക് ആയിരുന്നു. എനിക്കതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല സിനിമയിൽ നാടകമായിട്ടേ. അന്ന് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്റ്റേജിൻ്റേതായ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അത് ഞാനീ പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പം സിനിമയിലൊക്കെയാണ് ഒരു പെണ്ണിനോട് സ്നേഹം എന്താ ഒന്ന് നോക്കി ചിരിച്ചാൽ മതി, പ്രേമമാണെന്ന് മനസ്സിലാവും. മറ്റേത് അത് പറ്റുമോ നാടകത്തിൽ? ഈ 8 നാട് പൊട്ട വിളിച്ചു ഐ ലവ് യു എന്ന് വിളിച്ച് പറയണം. അതിൻ്റെ ഒരു അതായത് ആ ഒരു ഇപ്പം റിയലിസം എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. ഏതൊരു കലാരൂപം റിയലിസം എന്നൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഒരു ചെറിയ പ്ലസ് ഉണ്ടാവും അല്ലേ, ആർട്ടിലാണെങ്കിലും ഉണ്ടാവും, എഴുത്തിലാണൊക്കെ ഉണ്ടാവും. പിന്നെ സിനിമയിലാണെങ്കിൽ ഒരു പ്ലസ് ആണെങ്കിൽ നാടകത്തിൽ ഒരു പ്ലസും കൂടെ ഉണ്ട്, 2 പ്ലസ് ഉണ്ടെന്ന് ചുരുക്കം. അത് അത്രോ ഉണ്ടല്ലോ അഭിനയത്തിൻ്റെ ശബ്ദം കൊണ്ടും. പിന്നെ നാടകം 90% ശബ്ദം കൊണ്ട് നിയന്ത്രിക്കേണ്ട അല്ല, നമ്മളുടെ ഇമോഷൻ ശബ്ദം കൊണ്ടാണല്ലോ എത്തിക്കേണ്ടത്. ആ ഒരു വ്യത്യാസമൊക്കെ. പിന്നെ ഞാനിപ്പോൾ എനിക്ക് വേറൊരു പണി ആലോചിച്ചിട്ടുമില്ല, ഒന്നും അറിയാനും മേല. ഇത് തന്നെ ഓരോന്നും പുതിയ വരുമ്പോൾ അത് പുതിയ പഠിക്കുന്നതല്ലേ ചെയ്യുന്നത്, അല്ലാതെ ഇതെല്ലാവർക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്റ്റേജിലാണ് കൂടുതൽ പിന്നെ റെസ്പോൺസ് കിട്ടുന്നത്, അതുകൊണ്ട് സ്റ്റേജാണ് ഇഷ്ടം എന്ന് ഒരുപാട്. അതാണ് ഞാൻ പറഞ്ഞത്, അന്നേരം ഉണ്ട് ആ ഒരു റെസ്പോൺസ് സിനിമയിലല്ലോ. അപ്പം നമുക്കുണ്ടാകുന്നൊരു അനുഭൂതിയുണ്ട്. നമ്മളിങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ അതല്ലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ കൈയടിക്കുമ്പോൾ നമുക്ക് പിന്നെയും പറയാൻ തോന്നും. അതല്ലേ ചില വിട്ടിത്തരങ്ങൾ പറഞ്ഞു പോകുന്ന പലപ്പോഴും ആവേശഭരിതമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യം അതാ. പ്രേക്ഷകൻ്റെ ഒരു ഇത് കാണുമ്പോഴേ അത് നാടകത്തിലേ ഉള്ളൂ, സിനിമയിൽ കിട്ടാൻ ബുദ്ധിമുട്ട്. ചേട്ടൻ്റെ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ ഈ ഇപ്പോഴാണ് ആക്ച്വലി എന്താ പറയുക ചേട്ടൻ്റെ ആ ഫുൾ ഒരു ഇതിലേക്ക് ഇത് സംവിധായകർ ഫിലിം മേക്കേഴ്സ് ചേട്ടനെ ഇപ്പം കൂടുതൽ ടാലന്റ് ആ സ്കില്ലിനെയും ടാലന്റിനെയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പം ചേറാടിക്കര ചെയ്ത് എത്ര വർഷം മുമ്പാ? അല്ല എന്നാലും ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല ക്യാരക്ടേഴ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതൊരു ഭാഗ്യമായി. ഇപ്പം എന്താ പറയുക, പൂക്കാലം എന്ന സിനിമ എൻ്റെ അടുക്ക അഭിനയിക്കാൻ വന്ന് ഞാൻ പറഞ്ഞപ്പം അന്ന് ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞതായത്. അതായത് ഈ മേക്കപ്പൊക്കെ കാര്യം വന്നിട്ട് മറ്റേ ഈ എന്താ പറയുക ഇതല്ലേ പോസ്തറ്റിക് ഇതൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ നമ്മളെ കിടത്തി നമ്മളെ അളവെടുത്തു കൊണ്ടുപോയി, പിന്നെ വേറെ സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നു, അതൊക്കെ ഒട്ടിച്ചു ഗംഭീരം, എല്ലാവരും നന്നായിരിക്കുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ട് എൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളൊന്നും അല്ല അതേയുള്ളത്, അതിലൊറ്റ ഭാവമല്ലേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയൊക്കെ അനക്കിയാലൊക്കെ ചുളുങ്ങുമെന്നല്ലാതെ ഇപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊരു ചെറിയ ചിരി വരുമെന്ന് വെച്ചു. ഇപ്പം മീശ പോലും തടസ്സമാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ലേ കഥകളിയിലും ഡാൻസിലൊക്കെ മീശ എടുക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ മസിൽസ് ഉള്ള മുഖത്തിൻ്റെ സ്ഥലം ഇവിടെയാണ്. അപ്പോൾ അവിടെയാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റില്ല, ഈ സാധനം ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പം ഞാനിത് പൊളിച്ചു വാങ്ങിയിട്ട് ഞാൻ അയ്യോ ഞാനില്ല, ഇത് പറ്റില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും വേറെ മേക്കപ്പ് വന്നിട്ട് മറ്റേ ഇതല്ലേ ലാറ്റക്സ് അത് ഉപയോഗിച്ച് ഓരോ ചെറിയ ചുളിവുകളും ഉണ്ടാക്കി ഇങ്ങനെ ഓരോ പീസായിട്ട് 10-15 പീസുകളാണ് മുഖത്ത്. അത് ഓരോ ദിവസം 3-3.5 മണിക്കൂർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സൃഷ്ടിച്ചു. അങ്ങനൊരു അവസരം കിട്ടിയോണ്ടല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് അവസരം കിട്ടുക എന്നുള്ള വലിയ കാര്യം. അപ്പോൾ അതിന് കിഷ്കിന്താകാണ്ടോ അതൊരു അവസരം കിട്ടിയോണ്ടല്ലേ. അല്ലാതെ ഞാൻ ഇന്ന് വന്നിട്ട് അല്ല അത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പറയും ചേറാടിക്കര ചെയ്തു കഴിഞ്ഞ് ദേശാടനം ചെയ്തപ്പോൾ അന്ന് എന്നെ പ്രതീക്ഷിക്കുന്നത്. ചേറാടിക്കര ചെയ്തപ്പോൾ എനിക്ക് കഷ്ടിച്ചൊരു 10-30 വയസ്സുള്ളപ്പോൾ അന്ന് ഈ ചെറുപ്പക്കാരൻ വേഷമൊക്കെ ചെയ്യുന്ന സമയമല്ലേ, കോളേജ് സ്റ്റുഡൻ്റൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന സമയമല്ലേ. അന്ന് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടായി സത്യം പറഞ്ഞാൽ. അന്നൊക്കെ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രേക്ഷകനെ വിശ്വസിപ്പിക്കാൻ അന്ന് വരെ മലയാളത്തിൽ അങ്ങനെ ഒരു നടൻ അത്രയും വ്യത്യസ്തമായ റോൾ ചെയ്തിട്ടില്ല. പ്രായമുള്ളവർ ചെയ്തിട്ടുണ്ട്, ഇപ്പം പ്രായമുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു എന്താ പറയുക ഇമേജ് എന്തൊക്കെ വേണമെങ്കിൽ പറയും, ഇമേജ് അല്ല നമ്മൾ എനിക്ക് ഇമേജ് ഇല്ല. അല്ല ഒരു ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന അയാൾ വളരെ വ്യത്യസ്തനായിട്ട് വേറെ ആളാണെന്ന് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് സിനിമയിൽ. നാടകത്തിൽ ഞാൻ പറഞ്ഞു, നാടകത്തിൽ വന്നു കഴിഞ്ഞാൽ
നടനില്ല, അവിടെ കഥാപാത്രം മാത്രമേ ഉള്ളൂ. മറ്റേതൊരു ഇൻ അഡീഷൻ നമ്മളൊരു താരം എന്ന് പറയുമ്പോൾ ഒരു ഇല്ല, കണ്ട് ശീലം കൊണ്ട്. അതാണ് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വരുമ്പോഴത്തേക്കും എനിക്ക് പൂക്കാലത്തിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് ഒരിക്കലും ദൈവമേ എന്നെ ഓർക്കരുത് എന്നാണ്. എപ്പോഴെങ്കിലും വിജയരാഘവൻ ഓർത്ത് പോയ കുഴപ്പമാണ് അത് വലിയൊരു അങ്ങനത്തെ കഥാപാത്രം കിട്ടുക, അത് ഒപ്പിക്കുകയും ചെയ്യണം. അല്ല അങ്ങനെ ഞാൻ അന്നൊക്കെ ചെയ്തു. പിന്നെ രൗദ്രത്തിൽ അപ്പിച്ചായൊക്കെ എത്ര വർഷം മുമ്പാ. പിന്നെ ഇപ്പം ഈ അടുപ്പിച്ച് വരുമ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകർ കൂടുതലും ചെറുപ്പക്കാരൊന്നും കണ്ടു കാണുകയല്ല, അതായിരിക്കും അവരുടെ. ഏത് പടം ശരിക്കും കമേഴ്ഷ്യലി ഹിറ്റായി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സിനിമയിൽ നിൽക്കാം എന്നൊരു തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം? അല്ല അത് എനിക്ക് അങ്ങനെ ന്യൂഡൽഹിയൊക്കെ മുതൽ അടുപ്പിച്ച് പടങ്ങൾ വരാൻ തുടങ്ങി. അതെന്തായാലും ഞാൻ കൂടി എന്നാൽ ഒരു 10-12 പടങ്ങളിൽ കൂടി ഒരു വർഷം അഭിനയിച്ചിട്ടില്ല. അന്നും ഇല്ല ഇന്നും ഇല്ല. 12-13 പടങ്ങളേ ഉള്ളൂ ഒരു വർഷം. ഞാനിങ്ങനെ 10, 25, 30 പടമൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഇപ്പം സിനിമയ്ക്ക് തന്നെ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഇത് വന്നല്ലോ കോവിഡ്. ആ സമയത്ത് ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും സിനിമകൾ കാണാൻ തുടങ്ങി, ലോക സിനിമകൾ കാണാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ വളരെ വ്യത്യസ്തമായ കഥകളും വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ വന്നു. ഒരു ആക്ടേഴ്സിന് അങ്ങനെ കുറേ കൂടി ആൾക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതുവരെയുള്ള നമ്മളിപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് മാറിയത്. നമുക്കൊരു നായകൻ, നായിക, ഒരു വില്ലൻ. നായകനും നായികയും ഇല്ലാത്ത സിനിമയില്ല. നായകൻ വേണം. നമ്മുടെ നായക സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമായത്. അത് നായകൻ അപ്പോൾ കഥ തന്നെ നായകന് ചവിട്ടിക്കയറാനുള്ള ഓരോ പടികൾ, അല്ലെങ്കിൽ അയാളുടെ പ്രതിബന്ധങ്ങളായിരിക്കും മറ്റു കഥാപാത്രങ്ങൾ. ആ പ്രതിബന്ധങ്ങളെ തട്ടിത്തെറിപ്പിച്ച് മുന്നേറുന്ന ഒരാളാണ് നായകൻ. അപ്പം നായകനും ഹീറോയും രണ്ടും കൂടെ ഒന്നാക്കിയിരിക്കും ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നായകനും ഹീറോയും രണ്ടല്ലേ. നായകൻ എന്ന് പറഞ്ഞാൽ ആദ്യമധ്യാന്തമുള്ള കഥയിലെ കഥ കൊണ്ടുപോകുന്ന, അതായത് ലീഡിങ് ക്യാരക്ടറാണ് നായകൻ. ഹീറോ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് തന്നെ അതിജീവിച്ച് മുന്നേറുന്നവനാണ് ഹീറോ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ ക്ലബ് ചെയ്തിട്ട് അതാണ് നമ്മുടെ ഹീറോ, അതായത് നായകൻ. ഇത് രണ്ടും ഒന്നിച്ചാകണം. അപ്പോൾ ഇയാൾ ആര് വന്നാലും തല്ലും, ഏത് പെണ്ണെ കണ്ടാലും അയാൾ നോക്കും. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് ഐ ലവ് യു എന്ന് പറയും, ഇയാൾക്ക് നോ എന്ന് പറഞ്ഞാലും ഐ ലവ് യു എന്ന് പറഞ്ഞത്. അങ്ങനെയല്ലേ? അങ്ങനെ സൃഷ്ടിച്ച് അത് സ്ത്രീകളെ സമ്മതിച്ചു. പുരുഷന്മാരും പ്രത്യേകിച്ച് നടികന്മാരും അവരുടെ ക്യാരക്ടേഴ്സ് അങ്ങനെയാണെന്ന് ആ ബോധ്യത്തിലാണ് നിൽക്കുന്നത്. ഹീറോ എന്ന് പറഞ്ഞാൽ ആരാ? ഇതാണ്. അവനൊരു 5-8 ഫൈറ്റ്, ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു 8 ഫൈറ്റാണ്. അപ്പം ഞാൻ കൂലിപ്പണി പോലെ രാവിലെ ഇറങ്ങും. എത്ര പടം, കുറേ പടങ്ങൾ ചെയ്ത് ഞാൻ. ദ്രാവിഡൻ, മറ്റേത് ദ്രാവിഡൻ, കുറേ പടമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് എൻ്റെ സിനിമാഭിനയ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമല്ലാതെ തോന്നിയ. അത് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നീട് ഒരു മാറ്റവും ഇല്ല. ഇതൊരു ഫ്രെയിമുണ്ട്. ഇത് ഇവൻ്റെ വിജയം, ഇവൻ്റെ പ്രണയം, ഇവൻ്റെ വിജയം, ഇവൻ ആരെ വിളിച്ചാലും തല്ലും, അവൻ്റെ അതല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ ഡയമെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിനകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ 2000 എന്ന് പറഞ്ഞ വർഷം ഞാൻ അഭിനയിച്ചില്ല, അറിയോ? 2000 എന്ന് പറഞ്ഞ വർഷം ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഇന്ന് പറയാൻ പറ്റുമോ ആരോടെങ്കിലും? ഇത് പറയാൻ പറ്റുമോ? പിന്നെ ആരെങ്കിലും എന്നെ വിളിക്കുമോ? ഹീറോ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളെ വേറെ ചെറിയ വേഷത്തിൽ വിളിക്കുമോ? അതുകൊണ്ട് ആരും വിളിക്കുകയല്ല എന്നെ. എന്നാൽ അയാളെ സൈഡ് റോൾ വിളിക്കുകയല്ല. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് സൈലൻ്റായി. വലിയ ഹീറോ വേഷം പറഞ്ഞുകൊണ്ട് വരുന്നവരൊക്കെ ഞാൻ അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞാൻ ഒഴിയും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ സിനിമയല്ലേ, അയാൾ ജാടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവുമല്ലോ അതിന്. അങ്ങനെയൊക്കെയോ മാറി വന്നാണ് ഇപ്പോഴും ഇങ്ങനെ തുറന്നു പോകുന്നത്. അല്ലെങ്കിൽ ഞാനും ഒരു പഴയ ഒരു ഹീറോ ആയിട്ട് നിൽക്കണം. ഈ പറഞ്ഞു വന്നൊരു മാറ്റം എന്തായിരുന്നു? അതായത് കോവിഡിന് ശേഷം ഒരു മാറ്റം. അത് അല്ല, പ്രേക്ഷകനല്ലേ. അപ്പം അങ്ങനെ അല്ലാത്ത സിനിമകൾ കണ്ടു തുടങ്ങി പ്രേക്ഷകൻ. അവൻ ഈ കൊറിയൻ സിനിമയും മറ്റേ സിനിമയൊക്കെ കണ്ട് നല്ല കഥ, കഥയല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ. ഇപ്പം ഞാനിപ്പോൾ കണ്ടു പൊന്മാൻ, ഒരു ചെറിയ സിറ്റുവേഷനാണ്. അത് എന്ത് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നവർ, വളരെ നല്ല ഭംഗിയായിട്ട് കണ്ടപ്പോഴാണ്. എന്തോ അവൻ്റെ ആ രസമായിട്ടുണ്ടത് അതിനകത്ത് ക്യാരക്ടേഴ്സും. അപ്പോൾ നമുക്കത് അതിനകത്ത് ആരാ ശരി? ആ പെണ്ണ് ശരിയല്ലേ? കല്യാണം കഴിച്ച ചെറുക്കൻ ശരിയല്ലേ? അവൻ വില്ലനായിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആൾക്കാർ. പക്ഷെ അതൊന്നും ഒരു വില്ലനാവേണ്ട കാര്യമില്ലല്ലോ. അയാളെന്ത് വില്ലൻ? അയാൾക്ക് അപ്പോൾ അത് കിട്ടിയിട്ട് വേണം അനിയത്തെ കല്യാണം കഴിപ്പിക്കുക.
അപ്പോൾ എല്ലാവരും അതുപോലെ ഈ സ്വർണം കൊടുത്തവനതെ എല്ലാവർക്കും അവരുടേതായ എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും ഉള്ള ബോധങ്ങളാണ് ഉള്ളത് അല്ലേ. ആ ബോധങ്ങളാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സാഹചര്യം ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടുകൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കുന്നു. അല്ലാതെ പിന്നെ അപ്പോൾ ആർക്കും ഒരു ഇപ്പം ഈയിടെ എൻ്റെ അടുക്കൽ ഒരുപാട് പേര് കഥ പറയാൻ വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെയാ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടൊക്കെ എന്നെ പറ്റി പറയുന്നു. അതെന്നെ ഞാൻ പറഞ്ഞൊരു അതിനകത്ത് ഹീറോയിസമൊന്നുമില്ല. അപ്പം അങ്ങനത്തെ കഥകൾ കാണാൻ പ്രേക്ഷകന് താല്പര്യമുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമ്മുടെ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനൊക്കെ മനസ്സിലായി വരുന്നൊരു കാലമാണ്. അതൊരു നല്ല കാര്യമാണ്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു ശരിക്കും, അത് പത്മരാജൻ്റെയും ഭരതൻ്റെയും ഒക്കെ ഒരു കാലത്ത് അങ്ങനെ ഒരു ചിന്ത വന്നു. പിന്നെ അത് എവിടെയോ പാളിപ്പോയി. പിന്നെ അത് വീണ്ടും ഈ പറഞ്ഞ ഹീറോയിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള അതിലോട്ട് പോയി. ഇപ്പൊ മലയാള സിനിമയുടെ ഒരു നല്ല കാലമാണെന്നാണ് പറയുന്നത്. കഥയ്ക്ക് പ്രാധാന്യം അല്ല, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അതിലേറ്റവും നല്ല കാര്യമല്ലേ. മറ്റേത് കൃത്യമായിട്ട് 1-2 പേരല്ലേ ഉള്ളൂ. ഇപ്പം പണ്ടാണെങ്കിലും മമ്മൂട്ടി മോഹൻലാൽ മാത്രം ഹീറോ ആയിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി വന്നു, അത് കഴിഞ്ഞ് ജയറാം വന്നു, എന്നിട്ടൊക്കെ പിന്നെ ഗ്യാപ്പല്ലേ. പിന്നെയാണ് രാജു വന്നു, പിന്നെ പടപടപടാന്നല്ലേ ഇപ്പോൾ ആൾക്കാർ വരുന്നത്. എന്തുപോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് സിനിമ എന്തുകൊണ്ടാണ് കൂടുന്നത്. പണ്ട് പറയും മോഹൻലാലും മമ്മൂട്ടിയുടെ ഡേറ്റ് വേണം, എങ്കിൽ പ്രൊഡ്യൂസറുണ്ട്. അതില്ലെങ്കിൽ അല്ല പിന്നെ സുരേഷ് ഗോപി വേണം. സുരേഷ് ഗോപി ഡേറ്റ് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ വേറെ ആൾ, അല്ലെങ്കിൽ ജയറാം, ഇങ്ങനെ 3-4, അല്ല ദിലീപ്, ഇങ്ങനെ 3-4-5 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇതില്ലെങ്കിൽ പിന്നെ സിനിമ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനീ പറഞ്ഞ രീതിയിൽ ഇപ്പം ചിന്തിക്കുന്ന രീതിയിലല്ല അന്ന് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ ചിന്തയിൽ നിന്നായിരിക്കണം ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു എത്ര പടങ്ങൾ മറ്റേ വാഴ, മറ്റേ പിള്ളേരുടെ മറ്റേ ഇതിനെപ്പറ്റി പോകുന്നത് മഞ്ഞുമല ബോയ്സ്. ഇപ്പം ഞാൻ കുറേ സിനിമകൾ കണ്ടു അതുപോലുള്ളത്. നല്ല സിനിമകളുണ്ട്, നല്ല തോട്ടുണ്ട് അതിനകത്തൊക്കെ പലതിലും. ഇപ്പം ചില വലിയ ഓടിയിട്ടില്ലെങ്കിലും ചില ഒരുപാട് നല്ല സിനിമയുണ്ട് അങ്ങനത്തെ അല്ലേ. ഈ റൈഫിൾ ക്ലബ്ബ് ക്യാരക്ടർ അത് വന്നപ്പോൾ അതൊക്കെ സംഭവിക്കുന്ന സിനിമകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. നമുക്കൊരു വലിയ അങ്ങനത്തെ കഥാപാത്രമൊന്നുമില്ല. അതിൻ്റെ മേക്കിങ്, ആ കൂട്ടായ്മയൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ ഈ കാരവനൊന്നുമില്ല. അപ്പോൾ അത് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയിൽ, ഞാൻ നാടകത്തിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്പേസ് ഏതെന്ന് വെച്ചാൽ മേക്കപ്പ് റൂമായിരുന്നു. ഞങ്ങൾ മേക്കപ്പ് ചെയ്യാതിരിക്കുന്നത് ഒരു ലൈറ്റ് കെട്ടിത്തൂക്കും, എന്നിട്ട് ഞങ്ങൾ ചുറ്റും പായിട്ടിട്ട് ചുറ്റും ഇരിക്കും. എന്നിട്ട് അച്ഛനും ഞങ്ങളെല്ലാവരും നടികടന്മാർ ചുറ്റും ഇരിക്കും. എന്നിട്ടാണ് അപ്പോൾ അവിടെ നിന്നാണ് പല ദിവസം പറയുന്നതും തലേദിവസം നാളത്തിൻ്റെ കുറ്റം പറയും. ഏതെങ്കിലും ആൾക്കാർ ഡയലോഗ് വിട്ടുപോകും. ചിലപ്പോൾ ഇത് അച്ഛൻ അറിഞ്ഞു കാണില്ല, അപ്പോൾ അതൊക്കെ അച്ഛനെ ഓർപ്പിച്ചു കൊടുക്കും. അച്ഛനെ തോണ്ടി ഇവനെ ചീത്ത പറയും. ഇങ്ങനത്തെ ചില രസങ്ങളും അതിനകത്തുള്ള. അപ്പോൾ ഇന്നും അച്ഛൻ ഇനിയും അങ്ങനെ മാറില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അച്ഛനും ചിരിക്കും, തെറ്റിപ്പോയി ആൾക്കാർ അറിഞ്ഞില്ല, ഡയലോഗ് തെറ്റാനൊന്നും പുള്ളി വഴക്കൊന്നും പറയില്ല. അല്ല, അങ്ങനെയുള്ള നമ്മുടെ തെറ്റുകളും അതിൻ്റെ തിരുത്തലുകളും ഒക്കെ പറയുന്ന അതൊക്കെ ആ സ്പേസ് ഭയങ്കര രസമാണ്. പിന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഷോട്ടില്ലെങ്കിൽ എല്ലാവരും കൂടി നിന്നുകൊണ്ട് തമാശ പറയും. ഇപ്പോൾ ഇന്നസെൻ്റ്, മുകേഷ്, മണിയമ്പള്ളി രാജു, ലാല്, മമ്മൂസ് എല്ലാം ഇരുന്നുകൊണ്ട് ഭയങ്കര രസമായിരിക്കും നമ്മുടെ സംസാരം. ഒരുപാട് കഥകളും തമ്മിൽ കളിയാക്കൽ, അങ്ങനെ എന്ത് കഥകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാരവനകത്തോട്ടില്ല മാറി കഴിഞ്ഞപ്പം ഒറ്റയ്ക്കായി പോവും. നമുക്ക് അഭിനയിച്ചിട്ട് വന്ന് നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്ന ജോലി പോലെയാവും. ഇവിടെ വന്നപ്പം കാരവൻ കയറുകയില്ല ആ മലയുടെ മേലെ. ഇപ്പം ഞങ്ങളുടെ റൈഫിൾ ക്ലബിൻ്റെ അങ്ങോട്ട് കാരവൻ കയറുകയില്ല. അപ്പോൾ പിന്നെ അവിടെ ഒരു ഇതുണ്ടാക്കി, സ്പേസ്, ഒരു ബിൽഡിങ് പോലെ പ്ലൈവുഡ് കൊണ്ട് പണിതു. പക്ഷെ നല്ല മുറി, നല്ലൊരു ഹോട്ടലിലെ മുറി പോലെ AC ഒക്കെ വെച്ച് ബാത്റൂമൊക്കെ ഉണ്ട്. അങ്ങനെ 3-4 മുറികളുണ്ടാക്കി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. പക്ഷേ സ്ത്രീകളും ഞങ്ങളുടെ മുറിയിലായിരിക്കും, എല്ലാവരും ഒരു സ്ഥലത്ത്. പിന്നെ നോണയും ഈ പറഞ്ഞ രാവിലെ എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 2 മണിക്കായിരിക്കും ഷൂട്ടിങ്, മേക്കപ്പ് ചെയ്തിരിക്കും. അപ്പോൾ ഈ വെടിവെപ്പും ഇതൊക്കെ അല്ലേ, ഒരു പ്രത്യേക സീനായിട്ടല്ലല്ലോ, ഒരു സിറ്റുവേഷൻ അല്ലേ. പക്ഷേ അത് നമുക്ക് മനസ്സിലാകും. നമ്മളെ പിന്നെ ഡയറക്ടറും ഇവരെല്ലാം നമ്മളുമായിട്ട് അത്രമാത്രം ഒരു ഷൂട്ടിംഗ് എന്ന് തോന്നുകയല്ല എന്നത്. നമ്മുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് അതൊരു ഇങ്ങനെ എന്താ പറയുക, അമഞ്ഞു വരിക എന്നൊക്കെ പറയല്ലേ, ആ ഒരവസ്ഥ ഉണ്ടായിരുന്നത്. അത് ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. നടികന്മാരുടെ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു കൂട്ടായ്മ, അത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഈ ഇടക്കാലത്ത് കുറച്ച് സമയത്ത് ചേട്ടനും പിന്നെ ബാബു ആൻ്റണി, പിന്നെ കലാഭവൻ നായകന്മാരുടെ ഒരു പ്രത്യേക സ്റ്റൈലിൽ സിനിമകൾ കുറച്ചെണ്ണം. അതാ ഞാൻ പറഞ്ഞു, ഞാനും നായകനായിട്ടുണ്ട്. അന്ന് ഞാൻ പറയുമ്പോൾ പറയും കുട്ടേട്ടാ, ഞാൻ പറഞ്ഞു ഇത്രയും ഫൈറ്റൊക്കെ കുട്ടേട്ടാ, മലബാർ ഭയങ്കര ബിസിനസ്സാണ്. അതായത് അന്ന് തിരുവനന്തപുരം, ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ, അങ്ങനെ 3 ഏരിയ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ മലബാറിന് ഇടി
വേണം. അത് ഈ എൻ്റെ ഇടിയൊന്നല്ല, ഇതാണ്. അയ്യോ, അത് ഇമാതിരി കൂലിപ്പണി എന്ന് പറഞ്ഞില്ലേ അതുമാതിരി വന്ന ഇങ്ങനെ അങ്ങ് പോവാ, കാല് പോയേ. സിനിമ അത് കഴിഞ്ഞ് പിന്നെ കാണുമോ ഈ സിനിമ? എനിക്ക് സിനിമകള് ഞാൻ വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. ഈ ഡബിങ്ങിന് കാണുമെന്നേ ഉള്ളൂ. ഇപ്പൊ കണ്ട സിനിമ എൻജോയ് ചെയ്ത് കണ്ട് പറഞ്ഞ സിനിമകളൊക്കെ ചേട്ടൻ അഭിനയിക്കാത്ത സിനിമകളാണ് ചോദിച്ചത്. ഏതാ? അല്ല ഇപ്പൊ പൊന്മ അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ പറഞ്ഞ അല്ല അങ്ങനത്തെ സിനിമ നല്ല സിനിമ കാണും. ബോയ്സ് ഒക്കെ. ഇപ്പൊ ഞാൻ അഭിനയിച്ച സിനിമ എല്ലാം ഒന്നും ഞാൻ കണ്ടില്ല, അതല്ല. പിന്നെ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണുന്നത് ഇഷ്ടമാണ്. പിന്നെ ഓഫീസർ അത് കണ്ടു, പിന്നെ ചാക്കോച്ചൻ്റെ. പിന്നെ കാണാം നീ ഹീറോസിൽ തന്നെ ചാക്കോച്ചനെ പോലെ മറ്റേ ആ പറഞ്ഞതല്ലോ, ഇന്നത്തെ കേസ് കൊടു, എന്നാത്താൻ കേസ് കൊടുന്നൊക്കെ ഒന്നും പെട്ടെന്ന് ചാക്കോച്ചനൊരു ആക്ടർ എന്നുള്ള ഒരു ഇൻ അഡീഷൻ, ആക്ടറാണ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞൊരു ഇൻ അഡീഷൻ അല്ലേ, അത് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ ചാക്കോച്ചനൊക്കെ ആഗ്രഹം അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണമെന്ന്. ചോക്ലേറ്റ് ബോയ് മാറി. പിന്നെ ശ്വാസം മുട്ടൂലേ ഇതിനകത്ത് കിടന്നിട്ട്. പിന്നെ ഈ പറഞ്ഞ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? കൊള്ളാവുന്ന കുഞ്ചമെന്ന് കയ്യാ പിടിച്ചാൽ അങ്ങനെ പറഞ്ഞ പോലല്ലേ, അതും പറ്റില്ല. ഈ കേരളത്തിൽ വളരെയധികം പ്രൊഫഷണൽ നാടകം വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ കാവാലത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ നാടകം ചേട്ടൻ എപ്പോഴെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യണം? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എക്സ്പെരിമെൻ്റൽ നാടകങ്ങൾ അച്ഛൻ്റെ ഏകാംഗ നാടകങ്ങൾ കുറേ ഉണ്ട്, അത് ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. ശുദ്ധമദ്ദളം, ആമരം എന്നൊക്കെ പറഞ്ഞ നാടകങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ മിക്ക നാടകങ്ങളിൽ എന്തെങ്കിലും ഈ പറഞ്ഞ മോസ്റ്റ് മോഡേൺ എന്നുള്ള രീതിയിൽ അതേപടി ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ബസ്റ്റിയൻ നാടക സങ്കേതമുണ്ടല്ലോ, അതായത് ബസ്റ്റിയൻ സങ്കേതത്തിൽ അലീനേഷൻ ആണ്, അന്യവൽക്കരണം നാടകത്തിൽ. അത് നമ്മുടെ ഇവിടങ്ങളിൽ അങ്ങനെ നാടകം പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ പ്രൊഫഷണൽ നാടകത്തിൽ പ്രയോഗിച്ചിരുന്നു ആ ടെക്നിക്ക്. അതായത് ഈശ്വരൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞ നാടകത്തിനകത്ത് സ്വർഗ നരകങ്ങൾക്ക് ഇടയുള്ള ഒരു അന്തരാള ഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത്. ബസ് മറിഞ്ഞ് കുറേ ആൾക്കാർ അവിടെ വരുന്നു. അത് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്നുള്ളതാണ്. ഒരു വശത്ത് രണ്ട് വശത്തെയും വാതിൽ കൃത്യസമയത്ത് തുറക്കും, കൃത്യസമയത്ത് അടയുകയും ചെയ്യും. ഇതിനിടയ്ക്ക് അകത്ത് കയറിയിരിക്കണം. ഒരു പ്രത്യേക വെളിച്ചവും മ്യൂസിക്കും ഒക്കെ വരും. ഒന്ന് സ്വർഗം ഒന്ന് നരകം, ഏതാ സ്വർഗം ഏതാ നരകം എന്നറിയാൻ മേല. ഐൻസ്റ്റീനാണ് അന്നത്തെ ഈ ഇവിടുത്തെ ഡ്യൂട്ടി ഓഫീസർ. പുള്ളിയാണ് പേരും നാളും ഒക്കെ എവിടുന്നാണ് വരുന്നത് എന്താണെന്നൊക്കെ ചോദിക്കും. ഇവർ തമ്മിൽ സ്വയം തീരുമാനിക്കണം. അങ്ങനെ അതാണ് സിറ്റുവേഷൻ. ഇപ്പോൾ തങ്കമ്മ മിസ്ട്രസ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. ആരും ഇപ്പോൾ കുഴപ്പക്കാരിയാണ്. ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ ഭർത്താവ് മരിച്ച അറിഞ്ഞാണ് അവൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഇവർ പൂലോ കുഴപ്പമാണ്. പക്ഷേ ഈ വണ്ടി മറിഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ പുള്ളി അവിടെ നിൽപ്പുണ്ട്. പുള്ളി മരിച്ച് നേരത്തെ പോന്നു. ഭക്തനാണ് പുള്ളി ഒരു അമ്പലത്തിൽ പോകുന്ന വഴിക്ക് പുള്ളി ബസ് മറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പുള്ളി ഈ ഒരിടത്തും കാത്തു നിൽക്കുന്നു. ഇവർ പറഞ്ഞു അവസാനം തങ്കമ്മ മിസ്ട്രസ് എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഇയാൾ കേൾക്കും, എൻ്റെ തങ്കമ്മ നീ അപ്പോൾ രണ്ട് തമ്മിലും കെട്ടിപ്പിടിക്കുന്നു, ഇനി നീ അങ്ങോട്ടാണ് പോകുന്നത്, ആ സ്വർഗത്തിലേക്ക് സ്വർഗം എനിക്കറിയാൻ മേല, നിശ്ചയ സമയത്ത് തുറക്കും, നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച് കയറണം കേട്ടോ എന്നൊക്കെ പറയുന്നു. ഈ തങ്കമ്മയ്ക്കാണ് വേറെ പ്രണയമുണ്ട്. ഇവിടെ നൈസിനോട് പ്രണയം അഭ്യർത്ഥന നടത്തുന്നുണ്ട് അവർ. ഇതിലേക്ക് മണ്ടൻ ചാക്കമുണ്ട്, ചാക്കോയനും പറയുന്നുണ്ട് വേണം നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് എന്ന് പറയുന്ന സ്ത്രീയാണ്. അപ്പോൾ ഇവർ കണ്ടു കഴിയുമ്പം അപ്പം അങ്ങനെ സംസാരിച്ച് ഈ സംസാരത്തിനിടയ്ക്ക് പെട്ടെന്ന് ആ വാതിൽ രണ്ട് തുറക്കുമ്പോൾ ഇയാൾ അങ്ങോട്ട് തങ്കമ്മേ എങ്ങോട്ട് കയറണം, ഇയാൾ ഇതാ സ്വർഗം ഇയാൾ കയറുമ്പോൾ ഇയാളെ പിടിച്ച് വലിച്ചു കൊണ്ടിട്ടിട്ട് ഈ തങ്കമ്മ ചാടി അകത്തോട്ട് കയറും. തങ്കമ്മ തടിച്ചൊരു സ്ത്രീയാണ്, മാവേലിക്ക് രാമണി ചേച്ചി അഭിനയിച്ചു. തങ്കമ്മ ഇയാളെ വലിച്ചിട്ട് അങ്ങോട്ട് കയറുക, ഇയാൾ കയറി ഇയാളുടെ കാലേ കയറി പിടിക്കും. കാലേ കയറി പിടിച്ച് പിന്നെ ഒരു ലൈറ്റെല്ലാം പെടോന്ന് ശബ്ദത്തോടെ പെടോന്ന് വാതിലടയും. പിന്നെ പ്രേക്ഷകൻ കാണുന്ന ഈ കാലേ പിടിച്ചിരിക്കുക ഇയാൾ. തങ്കമ്മ അകത്തായി പോയി. അവസാനം ഇയാളെ കൂടെ ഒരു ഉപദേശം ഒന്ന് പിടിച്ചാടെ സഹായിക്കാൻ. ഇവിടെ തൻ്റെ ഭാര്യയുടെ കാലം തൊട്ടാൽ വല്ല കുഴപ്പമുണ്ടാവുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഇങ്ങനെയുള്ള നമ്മൾ പിടിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചാക്കോയൊക്കെ പിടിച്ചിട്ട് കാല് പറഞ്ഞിങ്ങി പോരും. അപ്പം നാടകത്തിൽ ഒരു കഥാപാത്രത്തിന് കാല് പറഞ്ഞ് കയറ്റിരിക്കുക, അതൊരു അന്യവൽക്കരണമല്ലേ. നമ്മൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബുദ്ധി കൊണ്ടാണ് കാണുന്നത്. തങ്കമ്മേ നിൻ്റെ മുക്കാലും അകത്തായെങ്കിലും കാലെങ്കിലും എനിക്ക് കിട്ടിയല്ലോ എന്ന് പറയുന്നൊരവസ്ഥയാണ്.
ഇളവിന് കാലിട്ടുകൊണ്ട് അപ്പം ഇവ അപ്പം ഒരു ഉമ്മയുണ്ട്, ഉമ്മ പറയും സൂക്ഷിക്കുക കണ്ടോ കാല് മടങ്ങണുണ്ട് കേട്ടോ, മുട്ട് മടങ്ങണുണ്ട്, തൊയ്ക്കാനാണ് നിങ്ങളെ എന്നിവർ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇതിനെ താലോടിച്ചോണ്ടിരിക്കുമ്പോൾ മരണദേവത പ്രത്യക്ഷപ്പെടും. മരണദേവത പ്രത്യക്ഷപ്പെടും, ഇയാൾ ഒറ്റ അടി കൊടുക്കും ഇയാൾക്കിടും. എന്നുവെച്ചാൽ മരണം കൊണ്ടുപോയതിന് താൻ പകുതി വലിക്കാൻ ഇയാൾക്ക് അർഹതയില്ല. എന്നിട്ട് അവർ പറയും ഇങ്ങനെ ഹൃദയസ്തംഭനം കൊണ്ട് മരിച്ച സ്ത്രീയെ മനുഷ്യൻ അവിടെ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത് അവരെ ജീവിപ്പിച്ചു. എന്നിട്ട് ഈ കാലെടുത്ത് അവരകത്ത് ഒരു കൈ കാണിക്കുമ്പോൾ വാതിൽ തുറക്കും, കാലങ്ങോട്ട് ഇട്ട് കൊടുക്കും. അവർ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് അവരെ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ നാടകത്തിന്. അങ്ങനെ സിറ്റുവേഷൻ നാടകത്തിനുണ്ടാക്കിയിരിക്കുക, ആൾക്കാർ വിശ്വസിച്ചിരിക്കും. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ നാടക സങ്കേതങ്ങളും നാടകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അച്ഛൻ. അങ്ങനത്തെ പല പല സങ്കേതങ്ങളും പലയിടത്തായിട്ടേ. അതൊക്കെ ഈ ഹൃദയം കൊണ്ട് നാടകം കാണുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ബുദ്ധി കൊണ്ട് നാടകം കാണണം എന്ന് പറയുന്ന ബസ്റ്റിയൻ തിയറി നാടകത്തിൽ അത് വളരെ അനായാസം കാണിച്ചിട്ടുണ്ട് അച്ഛൻ. പിന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും ഈ ട്രൈങ് ടു ബി ക്ലവർ എന്നുള്ള രീതിയിലേ ഈ മനുഷ്യനെ അത്ഭുതപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പം അതാണ് നാടകം എന്ന് വിശ്വസിച്ചിട്ടേ അതുമല്ല നാടകം, ഇതുമല്ല നാടകം, നാടകം എന്താണെന്നറിയാൻ മേലാത്തൊരു അന്തരാള ഘട്ടത്തിൽ കൊണ്ടുവന്നൊരു പുതിയ തലമുറയെ എത്തിക്കുക എന്നുള്ളത് സംഭവമുണ്ട്. എല്ലാവർക്കും ഈ പറഞ്ഞ ഇപ്പം തെയ്യം, തെറ ഇതൊക്കെ നാടക രൂപങ്ങളായിരുന്നു. അതാണ് നാടകം എന്നൊക്കെ പറയുന്നതിൻ്റെ അവസ്ഥ ഇല്ലേ? അച്ഛന് അതിനെപ്പറ്റി അച്ഛന് ഈ കുരുത്തോലയും കൂമ്പാളയും കെട്ടി തിത്തോ തെയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകമാകില്ല. മനസ്സിലായി? മുത്തപ്പൻ്റെ കളി നല്ലതാണെന്ന് മുത്തപ്പനും ഭാര്യയും പിള്ളേരും കൂടെ പറഞ്ഞാൽ പോരാ, നാട്ടുകാർ പറയണം. പ്രേക്ഷകന് വേണ്ടിയിട്ടല്ല നാടകം. നമുക്കിത് തിയേറ്ററിൽ ഫീലിന് 10 പേരൊന്ന് കണ്ടിട്ട് നാടകം ആകുമില്ല. ഇത് എത്രയും എന്തിനാണ് നാടകം? ടു ടീച്ച് ദ സിറ്റിസൺസ് വാട്ട് ഈസ് ബെസ്റ്റ് എന്നാണ് നാടകത്തിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് തിയറി. പ്രേക്ഷകനെ ടു ടീച്ച് ദ സിറ്റിസൺസ് വാട്ട് ഈസ് ബെസ്റ്റ്. എന്താ ബെസ്റ്റ്? പണ്ടത്തെ ബെസ്റ്റാണ്, അരിസ്റ്റോട്ടലിൻ്റെ കാലത്തെ ബെസ്റ്റ് അല്ലല്ലോ ഇപ്പോഴത്തെ ബെസ്റ്റ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ തന്നെ ഇപ്പം എന്തെല്ലാം പറയുന്നൊരു അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല. എന്താണ് പറയേണ്ടത്? ഒരു 3-4 കാര്യങ്ങളെങ്കിലും ഒരു കഥയ്ക്ക് വേണം. അതൊന്നും മനസ്സിലാകണം, മനസ്സിലായാൽ വിശ്വസിക്കണം, വിശ്വസിച്ചാൽ അവർ ബോധ്യപ്പെടണം. പിന്നെ പ്രേക്ഷകൻ്റെ അല്ല അനുവാചകൻ്റെ ബോധത്തിനെ ഒരു സെൻറ്റിമീറ്ററെങ്കിലും ഉയർത്തുന്നതായിരിക്കണം. എന്താണെങ്കിലും ശരി, ഏതൊരു കലാരൂപമാണെങ്കിലും നമ്മളിപ്പോൾ എഴുതുകയാണെങ്കിലും ശരി, വായിക്കുകയാണെങ്കിലും ശരി, അല്ല സിനിമയാണെങ്കിലും നാടകത്തിലാണെങ്കിലും അത് വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രേക്ഷകൻ്റെ ബോധമണ്ഡലത്തെ ഉയർത്തുന്നതായ എന്തെങ്കിലും ഉണ്ടാകണം. അത് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നല്ല, ഉയർത്തുന്ന ബോധത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കണം. അല്ല പിന്നെ എന്തിനാ? അതാണ് എനിക്ക് തോന്നുന്നത് ജീവിതവും കലയായിട്ടുള്ള വ്യത്യാസം. ആ ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ല നമ്മൾ എഴുതുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നതല്ലേ. ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ലോ, അതായത് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സിനിമയ്ക്ക് അങ്ങനെ അത്തരത്തിലൊരു മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇപ്പോഴും ഇല്ല എന്നൊക്കെ. അപ്പം സാറിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എന്താണ് അതിനകത്തൊരു സിനിമയ്ക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ടോ? സിനിമയ്ക്ക് നല്ലെന്നായി എല്ലാത്തിനും. ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ മഹാന്മാരായ ആൾക്കാരും കൃഷ്ണനും ബുദ്ധനും മഹാത്മാഗാന്ധിയും ഇവരുടെ യേശുക്രിസ്തു ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ലോകമായിരുന്നെങ്കിൽ എന്തൊരു നന്മയായിരുന്നേനെ. സുഭിക്ഷസുന്ദരമായൊരു ലോകമായിരിക്കില്ലേ. ഇന്നിപ്പോൾ ഈ ലോകത്തിൽ യുദ്ധത്തിന് വേണ്ടി മാത്രം ചിലവാക്കുന്ന പൈസ, അതിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ ലോകത്ത് എല്ലാവർക്കും എന്ത് സുഭിക്ഷമായിട്ട് ജീവിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചാലോ. മനുഷ്യൻ ഒരു സമൂഹ ജീവിയായിട്ടിങ്ങനെ ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് ഇന്നിപ്പം പെണ്ണിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, അല്ല ആഹാരത്തിന് വേണ്ടിയിട്ടായി കിട്ടുന്ന ആഹാരത്തിനെ പിടിച്ചു പറിച്ച് എനിക്ക് തിന്നാൻ വേണ്ടിയായിരിക്കും, അല്ല ഇവർ പെണ്ണിനെ വിത്തം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് വേണം. ഈ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നിനക്കൊരു പെണ്ണെന്നും പറഞ്ഞ് ഒരു ഡിവിഷൻ ഉണ്ടാക്കിയത്. പിന്നെ ഒന്നിച്ചായപ്പോൾ കൂട്ടായ്മയിലുള്ള ജീവിതമായി. അവിടെ നേതാവാകാൻ വേണ്ടിയിട്ടാണ് പല ഘടകങ്ങളിലേക്ക് പോയത്. ഒരു നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള അത് പല പല രീതിയിൽ പോയി, മതമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ മാറി. ഇപ്പം രാഷ്ട്രീയ ഏതാ മതം ഏതാ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലൊരു ഹവിയിൽ ഏത് രാഷ്ട്രീയമാണ് വ്യക്തമായ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കുന്നത്. മതം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, ഏത് മതമാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്നത്? ഏത് മനുഷ്യന് വേണ്ട? ഒരു വിഭാഗത്തിന് നന്മയെന്ന് തോന്നുന്ന കാര്യത്തിൽ മറുവിഭാഗത്തിന് കുഴപ്പമല്ലേ? അങ്ങനെയാണോ മതം വേണ്ടത്?
അതൊന്നും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ, ഒന്നും നന്മയ്ക്ക് വേണ്ടിയല്ല. പിന്നെ ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ മഹാന്മാരൊക്കെ ഇത് പറഞ്ഞത് ഗാന്ധിജിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നു അല്ലേ? മാർട്ടിൻ ലൂതർ കിങ്, അങ്ങനെ ലോകത്ത് എത്രയോ പേരുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേല, ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയി, ഞാൻ അദ്ദേഹത്തിനെ ഇട്ടുന്ന ആ ജയിലൊക്കെ പോയി കണ്ടു. കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അല്ല, ഒരു മനുഷ്യൻ ആ ജന്മത്തിലേ ആ സ്ഥലം ഇപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? അവിടെയുള്ളവരാരും പച്ചവെള്ളം കുടിക്കുക. ഞാൻ കണ്ടപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ പ്രത്യേകിച്ച് അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, എല്ലാം ഈ കൊക്കക്കോള ഇത് കോളയില്ലേ അതാ കുടിക്കുന്നത്. അത് ശീലിച്ചു പോയി. അത് ഇംഗ്ലീഷുകാരൻ അവിടുന്ന് പോയപ്പോൾ എൻ്റെ വായിലോട്ട് തിരികിട്ട് പോയതാ. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഇട്ടച്ച് പോയപ്പം പലതും നമ്മുടെ ഇവിടെ നമുക്കിട്ട് വേല വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ ഡിവിഷൻ ഉണ്ടാക്കി, എന്താണ് ഭാഷയുടെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ ഡിവിഷൻ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും അവർ ഇംഗ്ലീഷുകാർ ഏതൊക്കെ രാജ്യത്ത് നിന്ന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ, എൻ്റെ കാര്യമായി പറഞ്ഞത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഈ ഡ്രഗ്സ് ഒക്കെ പ്രത്യേകിച്ച് ഈയിടെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു ചെറിയ കാര്യം പറയാം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അല്ലേ? ആണല്ലോ. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറഞ്ഞാൽ ഭാഗം എന്ന് പറഞ്ഞാൽ വീടാണ്. വീട്ടിൽ ഉണ്ടാവേണ്ടതല്ല ഇതൊക്കെ, ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് കുഴപ്പം അറിയാമല്ലോ. ഒന്നും പഠിക്കേണ്ട കാര്യങ്ങളല്ല പഠിക്കുന്നത്, പഠിക്കേണ്ടാത്ത കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പഠിച്ച് ഒരു കാലത്തും ഗുണമില്ലാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പം എൻ്റെ കൊച്ചുമോൻ ഇപ്പം 4ാം ക്ലാസ്സിലായിരുന്നു അവൻ, ഇപ്പം UK പോയി. അവൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയി. ഇപ്പം ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവിടെ പോയിരുന്നു. അവന് ഒരു 6-7 തരം ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഇപ്പം അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ലൈറ്റ് കണക്ഷൻ കൊടുക്കാനും ബൾബിടാനൊക്കെ അറിയാം അവൻ. ഈ പ്ലംബിങ് അറിയാം, മറ്റേ പൈപ്പൊക്കെ പൊട്ടിപ്പോയാൽ അത്യാവശ്യം അതൊക്കെ ചെയ്യാൻ അറിയാം അവൻ. അവനെ വരയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ചേർക്കാൻ. ഇപ്പം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് ആ കുട്ടിയെ കണ്ട് അത്ഭുതം തോന്നുന്നു. എന്തൊരു മാറ്റം അതിന്. അത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കും. പിന്നെ പഠിപ്പിക്കുകയാണ് അവർ 3-4 കുട്ടികളെ. അധ്യാപകർക്ക് അവനോട് അതുപോലെ ഒരു ശ്രദ്ധയുണ്ട് ഈ കുട്ടികളിൽ. അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ വീട്ടിലേക്ക് അറിയിക്കുക. എന്ത് നല്ല കുട്ടികളാണ്. ഓനെല്ലാ ഇപ്പോൾ 6 വയസ്സായ കുട്ടി, അവന് ഈ പറഞ്ഞ മാതിരി നമ്മൾ സെക്സ് എന്നൊക്കെ പറയല്ലേ, അവന് എന്നാ ലെസ്ബിയൻ എന്താണെന്നറിയാം, ഹോമോസെക്സ് എന്താണെന്നറിയാം, ബൈസെക്സ്, ഈ വക കാര്യങ്ങൾ അത് ഈ 6ാം ക്ലാസ്സിൽ അവനെന്ത് തെറ്റ് ശരികളൊക്കെ അറിയാം. നമ്മൾ എന്ത് നല്ല കാര്യം. ഇവിടെ ഒരു ബോധവും ഇല്ലാതെ എന്തൊക്കെയോ പഠിപ്പിച്ചു വിടുന്നു. അത് അവർക്കും താല്പര്യമുള്ളതല്ല, ഒരു പ്രയോജനമുള്ളതല്ല. കഴിഞ്ഞ ദിവസം എന്നെ ഒരു കോളേജിൽ നിന്ന് ക്ഷണിക്കാൻ അധ്യാപകർ വന്നിരുന്നു. അധ്യാപകർ പറയും, എൻ്റെ പൊന്നു സാറേ, അത് ഡിഗ്രിക്കുള്ള പിള്ളേരുടെ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയില്ലെന്ന് അധ്യാപകൻ പറഞ്ഞ കാര്യം. അന്നൊക്കെ പണ്ടൊക്കെ അക്ഷരത്തെറ്റുണ്ടെങ്കിൽ മാർക്ക് കുറയില്ലേ. ഇപ്പോൾ എന്താ ചെയ്യുന്ന കോളേജുകളിലൊക്കെ പിള്ളേരെ ജയിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം വരുമെന്ന് ഉറപ്പ് തോന്നുന്ന ഉത്തരങ്ങളൊക്കെ എഴുതി പഠിപ്പിക്കുക. കാണാതെ പഠിക്കുക നിങ്ങളെന്ന് അറിയുന്നത്. മറ്റേതല്ല, ഒരു മാറ്റർ നിങ്ങൾ എഴുത്. അപ്പോൾ അവൻ കമ്പ്യൂട്ടറിലൊക്കെ കയറിയിട്ട് അവിടെ പല സൈറ്റിലൊക്കെ കയറിയിട്ട് അവൻ തപ്പിയെടുത്ത് അവനുണ്ടായി എഴുതി പറഞ്ഞു, ഇതിങ്ങനെ അപ്പോൾ അത് ശരിയല്ല, ഇന്ന് നീ മാറ്റി എഴുതിക്കൊണ്ടു. അവൻ തന്നെ കണ്ടുപിടിക്കുന്നത്. ലൈബ്രറിയിൽ പോകണം. പിള്ളേരൊക്കെ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്തിട്ടാണ് പഠിക്കുന്നത്. അറിയോ? ലൈബ്രറിയിൽ പോകുന്ന ഏതെങ്കിലും കുട്ടിയുണ്ടോ ഇപ്പോൾ? അപ്പം നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെയാണോ സിനിമ? ഇതൊന്നും ഈ പറഞ്ഞ സ്വാധീനിക്കുന്നു വെച്ചാൽ അത് നമ്മളെ അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ എന്തുമാത്രം എന്നെ സ്വാധീനിക്കേണ്ട ചീത്ത കാര്യങ്ങളുണ്ട് കൂടെ കടന്നു പോകുന്നത്. പക്ഷെ കുറച്ച് വയലൻസ് കൂടിയിട്ടുണ്ട് സിനിമയ്ക്കകത്ത് ഇല്ലേ? അല്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ലാന്ന് തോന്നലുണ്ടായിട്ടില്ലേ? പണ്ടൊക്കെ ഒരു പോലീസുകാരൻ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങി നിന്നാൽ ആ സ്ഥലത്ത് ഒരൊറ്റ മനുഷ്യൻ വരികയല്ലോ. അതിനു മുമ്പ് ഒരു കാലം ഞാൻ കണ്ടു, തൊപ്പി ഇങ്ങനെ വെച്ചിട്ട് പോകും, ഒരു കമ്പേൽ തൊപ്പി വെച്ചിട്ട് പോവുക. അന്ന് മതി. ഇപ്പോഴോ പോലീസുകാരനെ കുത്തിന് കയറി പിടിക്കും, അവനെ എന്തെങ്കിലും പോലീസുകാരനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞവൻ എന്തെങ്കിലും പാർട്ടിക്കാരനായിരിക്കും, ഈ പോലീസുകാരൻ്റെ ജോലി പോകും. നമ്മൾ കാണാൻ പറ്റില്ല, സമരമൊക്കെ വരുമ്പോൾ പോലീസുകാരെ തുപ്പുക, പോലീസുകാരൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയുക. ഇത് കഷ്ടം. അപ്പം അതിനൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനത്തെ പിന്നെ നമ്മൾ എന്തിനാണ് സിനിമയെ പറ്റി പറയുന്നത്?
ഒരു സാമൂഹ്യ അച്ചടക്കം വേണം. പിന്നെ എല്ലാ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എന്താ ഇപ്പം എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ്, എല്ലാ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഈ അവനവന് ചില കടമകളില്ലേ വ്യക്തിക്ക്. ഇല്ലേ ജനാധിപത്യ രാജ്യത്തെ ഒരു വ്യക്തികൾക്കും ഓരോ കടമയില്ലേ, വേണ്ടേ? അതേതോ ഒരു നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടില്ലേ? അവനവൻ ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. എനിക്ക് നടക്കാൻ കൈവീശി നടക്കാനോ ഞാൻ ഇങ്ങനെ കൈവീശി പോകും, അത് പാടില്ലല്ലോ. അപ്പോൾ അതൊന്നും പാലിക്കുന്നില്ല. പിന്നെ ഇവിടെ സിനിമയാണ് കുഴപ്പം. ഈ സമൂഹത്തിന് പിന്നെ മൂല്യങ്ങൾ അതല്ലെങ്കിൽ മോറൽസ് പഠിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി സിനിമയ്ക്കോ അല്ലെങ്കിൽ കലയ്ക്കോ ഉണ്ടോ? കല കൊണ്ട് പഠിക്കണമെന്നില്ലല്ലോ. അതല്ല ഞാൻ മുൻപ് പറഞ്ഞത്. മോറൽസ് എന്നല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഒരു ഉയർച്ച, ഞാൻ മുൻപ് ഞാൻ പറഞ്ഞത് അത് എന്തെങ്കിലും നമ്മുടെ ബോധത്തെ അല്പം ഉയർത്തുന്ന എന്തെങ്കിലും ഉണ്ടാവണം. അത് ഞാൻ മുൻപ് പറഞ്ഞത് അത് തന്നെയാണത്. അതൊരു മോറലായിട്ടൊന്നുമില്ല. ഈ പ്രൊപ്പഗൻഡ കൊണ്ട് ഒരിക്കലും, പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം നമ്മളിപ്പം ഈ സിനിമയിലൊക്കെ പ്രൊപ്പഗൻഡ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെതിരൊക്കെ വരുന്നത് ആൾക്കാർ. എന്തിനെ പറ്റിയാണെങ്കിലും അത് ഇന്ന ഒന്നിനെ പറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറയുന്നതുകൊണ്ടല്ലേ മറ്റവൻ പറയുന്നു അല്ല പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് മറ്റൊരു പ്രൊപ്പഗൻഡ എന്നുള്ളത്. അപ്പോൾ പ്രൊപ്പഗൻഡ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കലയ്ക്ക് പറ്റുന്ന സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രൊപ്പഗൻഡ ദ ലീസ്റ്റ് പ്രൊപ്പഗൻഡ ഈസ് ദ ബെസ്റ്റ് പ്രൊപ്പഗൻഡ എന്നാണ് പ്രൊപ്പഗൻഡയെ പറ്റി തന്നെ പറയുന്നത്. നമ്മൾ അറിയാതെ അവരിലേക്ക് എത്തിക്കണം. അവരറിയരുത്. അങ്ങനെയാണ് ഏറ്റവും നല്ല. ഈ വലിയ പ്രസംഗിക്കുമ്പോൾ അവൻ ഇസങ്ങളൊന്നും സംസാരിക്കില്ല, പക്ഷേ അറിയാതെ അതിനകത്തുണ്ടാകും. അതുതന്നെയാണ് സിനിമയിലും വേണ്ടത്, നാടകത്തിലും വേണ്ടത് തന്നെയാണ്. അച്ഛൻ്റെ നാടകങ്ങളൊക്കെ ഉള്ള വിമർശനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ അത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞോ എന്ന് തോന്നും, പക്ഷെ പ്രേക്ഷകനൊന്നും തോന്നില്ല. ആ വിമർശിക്കുന്ന രീതിയുടെ കുഞ്ചൻ നമ്പ്യാർ എന്തായിരുന്നു ഇത്രയും കൂടുതൽ വിമർശിച്ചുള്ള അദ്ദേഹത്തിനെ ആ കാലത്ത് രാജാവിനെ വരെ വിമർശിച്ചിരുന്നു. വിമർശനം തോന്നുകയല്ല. അച്ഛൻ്റെ നാടകങ്ങളെ പിന്നെ ഈ സറ്റയർ എന്നുള്ള പരിഹസിച്ച് പവിത്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടെ പറഞ്ഞാൽ ആർക്കൊന്നും തോന്നില്ല. ഇപ്പം നമ്മൾ ക്രിസ്ത്യാനിറ്റിയെ നമുക്ക് വിമർശിക്കാം, പക്ഷെ കുരിശെ തുപ്പരുതെന്ന് പറയും. ചില ഐഡിയൽസ് ഇല്ല, അതിനെ നമ്മൾ തച്ചടയ്ക്കാൻ പോകരുത്. എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഇല്ലേ? ഇപ്പം പറയല്ലേ, ഇപ്പം തന്ത വൈബ് എന്ന വാക്ക് ഉപയോഗിക്കും. ആലോചിച്ച് നോക്കി, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എന്നോട് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ, നിൻ്റെ തന്ത എന്ന് പറഞ്ഞാൽ എന്താ തോന്നുക? അടി കൊടുക്കുമല്ലേ? അത് വാക്കായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പോൾ. മാത്രമല്ല ഇപ്പം എന്തെല്ലാം വാക്കുകൾ, നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഇപ്പം സാധാരണ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ഫാഷനായിട്ട് വരികയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്തോ വലിയ എന്തോ ഒരു പുതിയ മോഡേൺ ട്രെൻഡ് എന്തൊക്കെയാണ് പറയുന്നത്. ഈ എമ്പുരാൻ ഒരു പ്രൊപ്പഗൻഡ ആണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഞാൻ എമ്പുരാൻ ഞാൻ കണ്ടില്ല, എനിക്ക് എന്താ അതിൻ്റെ കണ്ടന്റ് ഒന്നും അറിയില്ല. അല്ല, ഈ പറയുന്ന കേൾക്കുന്നതല്ലാതെ ഞാൻ എമ്പുരാനെ പറ്റിയല്ല പറഞ്ഞത്. ഏതൊരു കാര്യമാണോ നമ്മളൊരു പ്രൊപ്പഗൻഡായിട്ട് ഉപയോഗിക്കുന്നത്, അത് പ്രൊപ്പഗൻഡ എന്ന് തോന്നിയാൽ നമ്മൾ വിചാരിക്കുന്ന ആ സംഭവം എത്തുകയല്ല. അതവർ പറയുന്നതിലേ തോന്നുള്ളൂ. ഒരു പ്രത്യേക വിഭാഗം ആ വിഭാഗത്തിന് വേണ്ടി പറയുന്നു എന്നല്ലേ തോന്നുള്ളൂ. അത് നമ്മളെന്തെങ്കിലും മാറ്റം വരുമോ? അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞു, അത് കണ്ടാൽ വല്ല മാറ്റം വരുമോ? വരില്ല ആർക്കും. അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനേ പറ്റുള്ളൂ, നന്മയുണ്ടാക്കാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ അത്. പക്ഷേ ഈ കോൺട്രവേഴ്സിനെ എങ്ങനെയാണ് ചേട്ടൻ കാണുന്നത്? ഞാൻ വളരെ പുച്ഛത്തോടു കൂടി കാണുന്നത്, തികഞ്ഞ പുച്ഛത്തോടു കൂടി കാണുന്നത്. എന്ത് പറഞ്ഞാൽ കോൺട്രവേഴ്സി അതാരുണ്ടാക്കിയാലും ശരി. പക്ഷേ ഇവര് ഫോഴ്സ്ഫുൾ ആയിട്ട് ഇപ്പം ഡിലീറ്റ്, ഫോഴ്സ്ഫുൾ അല്ല വോളണ്ടറി എന്ന് പറയുന്നു. അതല്ലേ ഇതൊക്കെ നമ്മളെ അത് നമുക്കിതിൻ്റെ അത് എന്തൊക്കെ പറയുന്നതിനെ ഇപ്പോൾ എന്തെല്ലാം വേർഷനൊക്കെ നിങ്ങൾക്ക് പോലും കേൾക്കാത്ത വേർഷൻ ഞാൻ കേൾക്കുന്നുണ്ട്. അതൊക്കെ ആയിരം കുറേ ഓരോരുത്തർക്കും ഈ എങ്ങനെ വേണേ അത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് പറയാം. അത് ആത്യന്തികമായിട്ട് പ്രേക്ഷകൻ എന്തെങ്കിലും ഗുണം വേണ്ടേ, മനുഷ്യൻ എന്തെങ്കിലും ഗുണം വേണ്ടേ? പണ്ട് ഇത് നമ്മളുടെ സിനിമ ഇതില് ചേട്ടൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഞാൻ പറയാം, അച്ഛൻ്റെ നാടകങ്ങൾ എന്ത് വിമർശനാത്മകമായ നാടകങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിൽ നാടകങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും തോന്നിയിട്ടുണ്ടോ? പല ക്രോസ് ബെൽറ്റും പലതിലും ഒക്കെ. ക്രോസ് ബെൽറ്റ് ഒക്കെ ഇപ്പൊ ഈയിടെ കളിച്ചല്ലോ ക്രോസ് ബെൽറ്റ്. അല്ല, ഈ സമയത്ത് അത് ആദ്യമായിട്ട് ഇറങ്ങുന്ന ഇപ്പോഴായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞ രീതിയാണ്, പറഞ്ഞ രീതിയിൽ സ്റ്റൈലുണ്ടല്ലോ,
ആ സ്റ്റൈലിലാണ് പ്രശ്നമായിട്ട് വരുന്നത്. അല്ല എന്നാലും അങ്ങനെ ഒരു റീ എഡിറ്റിംഗ് അല്ലെങ്കിൽ റീസെൻസർഷിപ്പ് ഒന്നും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല അല്ലെ നമ്മുടെ ഇല്ലെന്നാണ് തോന്നുന്നത് സിനിമയിൽ. അങ്ങനെ ഇത് ആരും പറഞ്ഞിട്ടില്ല ചെയ്യുന്നെന്ന് പറയുന്നു. ഇപ്പം ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണെന്ന് പറയുന്നത്. എന്തൊക്കെ അതിൻ്റെയൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ഈ പറഞ്ഞ മതി, അതൊരു പറയേണ്ട കാര്യമായിട്ടേ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ സിനിമയിൽ ഇമേജ് ഒരു വലിയ, ഇപ്പം മോഹൻലാലിന് തന്നെ അമാനുഷികമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് അമാനുഷനായിട്ട് വർക്ക്, പിന്നെ താഴേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു അങ്ങനെ അത് സ്റ്റാർഡമാണ്. അതായത് അതൊരു പ്രോഡക്റ്റാണ്. അത് ഏതൊരു ഇപ്പം രജനീകാന്ത്, ഇപ്പം മോഹൻലാൽ, അത് സ്റ്റാർഡമാണത്. അത് ആ പ്രോഡക്റ്റ് ആകുമ്പോൾ അതിനെ വിൽക്കണമെങ്കിൽ അതിൻ്റേതായ ചില സംഭവങ്ങൾ വേണം. ഉദാഹരണത്തിന് മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് വഴിയിൽ നിന്ന് ഒരു പുതിയ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനാണെന്ന് ആരും വിശ്വസിക്കില്ല. മനസ്സിലായോ? അപ്പോൾ പുതിയൊരു നടൻ വന്നിട്ട് അയാൾക്കൊരു അച്ഛനായിട്ട് വേറെ ആൾ വന്നാൽ വിശ്വസിപ്പിക്കാൻ പറ്റും. അപ്പോൾ മോഹൻലാലിനെ പോലോ അങ്ങനത്തെ ഒരു കാര്യം. ഇപ്പം രജനീകാന്തിൻ്റെ അച്ഛനായിട്ട് ഇപ്പോൾ അതുപോലൊരാളാണെങ്കിൽ വിശ്വസിക്കുമല്ലോ ആൾക്കാർ. ആ ഒരു വിശ്വസിപ്പിക്കേണ്ട അത് ഞാൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റായി തീരുക. അവിടെ എപ്പോഴും എനിക്കങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവരുത് എന്നുള്ളത് എൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ. ഈ ഇമേജ് കാരണം ഇങ്ങനെ റിയലിസത്തിൽ നിന്ന് ഒരുപാട് അകന്ന് പോവുകയാണല്ലോ. അതുകൊണ്ട് അമാനുഷികമായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഈ ക്യാൻവാസ് തന്നെ അങ്ങ് വളർന്നു പോകുന്നു, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നു. പ്രേക്ഷകൻ അത് അംഗീകരിക്കുന്നുണ്ടാവും. സാർ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രം നോക്കുകയാണെങ്കിൽ ഒരു വില്ലനായിരിക്കാം, പിന്നെ വരുന്ന വെരി നെക്സ്റ്റ് സിനിമയിൽ വീട്ടിലെ ഒരാളായിരിക്കാം, ഒരു സുഹൃത്തായിട്ടായിരിക്കാം. ഇപ്പം ഈയിടെയായിട്ട് നോക്കുകയാണെങ്കിൽ കിഷ്കിന്ധാകാന്ഡം പോലെ ഒരു സിനിമയിലൊക്കെ വളരെ പ്രായമായിട്ടുള്ള കിഷ്കിന്ധാകാന്ഡത്തിലാണെങ്കിലും പൂക്കാലത്തിലാണെങ്കിലും അപ്പം ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ കയ്യിലേക്ക് ക്യാരക്ടർ കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ആയി മാറാൻ വേണ്ടിയിട്ട്? ഉണ്ട്. അങ്ങനെ ഞാൻ കുത്തി പോയി ഇങ്ങനെ ആലോചിച്ചൊന്നും ചെയ്യാറില്ല. അങ്ങനെയല്ല, അത് നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യും. ഒരു നിമിഷം നേരം പോരുന്ന ഇത് ആലോചിക്കാം, മുറിയൊക്കെ അടച്ചിട്ട് ഇരുന്നിട്ടേ ഇല്ല. അങ്ങനെ ഇരുന്നോട്ട് സംഭവിക്കുകയില്ല. അയാളെ ഈ പറഞ്ഞ ആ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും എന്നാൽ നമ്മൾ ആലോചിക്കും, എങ്ങനെ ആയിരിക്കും അയാൾ. 100 വയസ്സുണ്ട്, അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും എന്നാണ്. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഇങ്ങനെ ഒരു കൈക്കൊരു ചലനം കൊടുത്തിട്ടുണ്ട് പ്രായത്തിൽ. അതൊരു ത്രൂട്ട് ആൾക്കാരിലേക്ക് നമ്മളെ ശ്രദ്ധിപ്പിക്കാൻ പറ്റും. അത് ഞാൻ ഒരാളെ കണ്ടിട്ട് ആളുടെ 2 പേരിൽ ഇത് ഇങ്ങനെ അനങ്ങുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് നോക്കിയിട്ട് എനിക്കത് പറ്റുന്നില്ല. അപ്പം ഞാൻ ഈസിയായിട്ട് എനിക്കിത് പറ്റും. പിന്നെ ഇത് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കൈ അനക്കല്ലോ എന്ന് ഓർമ്മിപ്പിക്കും. എന്നാൽ ചില മാനറിസങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന, പിന്നെ അയാളെ പ്രായമാകുമ്പോൾ ബ്രീത്തിങ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ, തീരെ കൊച്ചുകുട്ടിയൊക്കെ എത്രയോ നമ്മളെക്കാളിലൊക്കെ ഇരട്ടിയാൻ പറ്റും അതിൻ്റെ ഹാർട്ട് ബീറ്റ്. അത് പ്രായമായി വരുമ്പോൾ ഹാർട്ട് ബീറ്റ് നമ്മുടെ ഒപ്പം ആവുള്ളൂ. ഇത് പ്രായമാകുമ്പോൾ ബുദ്ധിമുട്ട് വരും നമുക്കത്. അത് എൻ്റെ ശ്വാസം തന്നെ അതിൻ്റേതായ രീതിയിൽ ഞാൻ ആ ക്യാരക്ടറിൻ്റേതാക്കി തീർക്കാം. മറ്റേ ഇതിനാണ് അയാൾക്ക് കുറച്ചുകൂടി മറ്റേ കിഷ്കിന്ധാകാന്ഡത്തിലാണെങ്കിൽ അയാൾക്കൊരു പരിഭ്രമല്ല, ഓർക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഒരു എപ്പോഴും വാണ്ടറിങ് മൈൻഡ് അയാൾ, ഓർത്തെടുക്കാനും പിന്നെയൊക്കെ മറക്കാനും ചില കാര്യം ഓർക്കുകയല്ല വേണ്ട. അപ്പം അങ്ങനെ അയാളെ ശ്വാസോച്ഛ്വാസം വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മളിൽ തന്നെ ഉള്ള ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഓരോ നിമിഷവും ഞാൻ അറിഞ്ഞുകൊണ്ട്, എൻ്റെ ഒരു നിമവെട്ടൽ പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ ആണെന്ന് തോന്നിപ്പിക്കുക, മേക്ക് ബിലീഫ് ആണെന്നൊക്കെ തോന്നത്തക്ക രീതിയിൽ ഞാൻ ചെയ്യുന്നതാണത്. എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ആകുന്നതേ അല്ല, അങ്ങനെ കഥാപാത്രമായി തീരാറില്ല. അപ്പോൾ പിള്ളേരുടെ ക്യാരക്ടറെ നമ്മൾ സൊസൈറ്റിയിലും അങ്ങനെ അധികം ആൾക്കാരെ കാണുന്നില്ലല്ലോ. ഞാനും കണ്ടില്ല. അപ്പം അത് ആ ഒരു ഈ മാനറിസംസ് ആണെങ്കിലും മുഖത്തെ പരിഭ്രമമാണെങ്കിലും അതൊക്കെ എങ്ങനെയാ, അത് ക്യാരക്ടർ കയ്യിൽ കിട്ടിയപ്പം കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയായിരുന്നു? അല്ല, അങ്ങനെയല്ല. ഞാനിപ്പോൾ ഈ മുഖത്ത് നമ്മളൊന്നും വരുത്തല്ല. മുഖം കൊണ്ടല്ല അഭിനയിക്കേണ്ടത്, മനസ്സുകൊണ്ടാണ് അഭിനയിക്കേണ്ടത്. മുഖം കൊണ്ടേ അല്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അത് നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ്. എൻ്റെ മനസ്സിലതിനകത്ത് ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ സ്വിച്ചായിട്ട് വന്നത്, അച്ഛന് എഴുതുന്ന രാത്രിയിലാണ് കൂടുതൽ എഴുതുന്നത്. അപ്പം ഇങ്ങനെ എഴുതിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ബുക്കിലാണ് എഴുതുന്നത്, പേപ്പറിലല്ല, വലിയ ലെഡ്ജർ ബുക്കിലാണ്
അപ്പോൾ എഴുതിയിട്ട് ചിലപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ എഴുതിയതിനെ പറ്റി തന്നെ എഴുതാനുള്ളതിനെ പറ്റി ആലോചിച്ചിട്ടൊരു ചെറിയ ചിരിയൊക്കെ വരും. അപ്പം പേന ഇവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഈ വിരലിങ്ങനെ ചിലപ്പോൾ ഇങ്ങനൊരു വെപ്പുണ്ട്. ഞാൻ ഈ ഇതിനകത്ത് കിഷ്കിന്ധാകാലത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എൻ്റെ ചെറിയ സ്വിച്ച് അതാണ് ശരിക്കും. ഞാനപ്പോൾ അവരോട് ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ പറഞ്ഞു, എന്നുവെച്ചാൽ പ്രേക്ഷകൻ ഒരിക്കലും ഇയാൾക്ക് ഈ പ്രശ്നമുള്ള ആളാന്ന് തോന്നരുത്. അങ്ങനെയുള്ള ആദ്യ സിനിമ കാണുമ്പോൾ ഇയാൾ നോർമൽ മനുഷ്യൻ ദേശക്കാരനാണ്, എന്താ ഇല്ല പറ്റിയല്ല ഇതൊക്കെ പറയുന്നുള്ളൂ. ഗ്രാജുവലായിട്ടേ മനസ്സിലാവുള്ളൂ. അപ്പം പ്രകടമായിട്ടൊന്നും തോന്നരുത്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു പയ്യനെ കണ്ടത് ഇങ്ങനെ ഒരു പയ്യനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന പയ്യനെ കണ്ടിട്ടുണ്ട്. അവന് ഓർമ്മ പ്രശ്നമുള്ള പയ്യനാണ്, എപ്പോഴും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവന് ഒരു വല്യമ്മയാണ് കണ്ടു. ആ വല്യമ്മ ഇങ്ങനെയൊക്കെ വല്യമ്മ അത്. പക്ഷെ അതൊന്നും നമുക്ക് പറ്റുകയില്ല. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് എനിക്ക് ഇയാൾ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ വർത്തമാനം വന്നുകൊണ്ടിരിക്കും, പ്രേക്ഷകർ ശ്രദ്ധിക്കുകയില്ല. ഇത് കുറച്ച് കൂടിക്കൂടി വരുമ്പോൾ എനിക്ക് പരിഭ്രമം കൂടിക്കൂടി വരുമ്പോഴത്തേക്കും ഈ വിരലുകൾ മാറും, ഈ വിരലിനകത്തോട്ടാകും. പിന്നെ അതൊക്കെ കുറച്ച് കൂടി കയ്യിലേക്കാകും. ശ്വാസോച്ഛ്വാസം അയാൾക്ക് പരിഭ്രമമാകും. ആ പരിഭ്രമം കയ്യിലേക്കും ഒക്കെ ഇത് ചെയ്യുക. അത് കാലിലോട്ട് വരും. അതാണ് കാലിലൊക്കെ ഇത് വരുന്നത്. പിന്നെ അയാളുടെ കൺട്രോൾ പോവുക. അതാണ് സ്പിൻഡർ മതി ലൂസായി പോകുന്നതാണ് മൂത്രം പോകുന്നത്. അപ്പോൾ അത് വരെ നമുക്ക് ഏകദേശം നമ്മൾ ഇവിടം മുതൽ എവിടം വരെ എത്തുന്നു അത് ആ ഒരു ഗ്രാഫൊക്കെ ചിന്തിക്കും. അത് നമുക്ക് സമയം എന്തെങ്കിലും ഇതായിരിക്കും, ഇതുകൊണ്ടായിരിക്കും അതൊക്കെ ഭാഗ്യം അങ്ങനെ തോന്നുന്നത് എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ ചില സീനൊക്കെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അന്നേരം ആരോടും പറഞ്ഞിട്ടൊന്നും അന്നേരം നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അന്നേരം അത് നമുക്ക് ആ കഥാപാത്രത്തിന് പറ്റുന്ന സംഭവം കൂടിയാണ്. സുഹാസിനി എൻ്റെ മകള് കണ്ടോ, പടം കണ്ടോ, പൂക്കാലം. അതിനകത്ത് ഇവളെൻ്റെ ഇതൊക്കെ പേപ്പറൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞു. അങ്ങനെയാണല്ലോ ഇവള് പോകുന്നത്. ഇവള് പോയി അമേരിക്കയിൽ പോയി വലിയ എഴുത്തുകാരിയാണ് അവള്. അങ്ങനെയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സ് ആ കുറ്റബോധം തോന്നി. ഈ പ്രായമായി കഴിഞ്ഞാൽ വരുന്നത്. കൊച്ചിലെ ഇവള് പോയതാ. അപ്പോൾ ഇയാൾക്ക് മേലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവൾ ആ ചെരുപ്പ് ഇട്ട് കൊടുക്കും ഇയാൾക്ക്. അപ്പോൾ ആ സീൻ ഞാൻ ചെയ്തപ്പം ഇവള് ചെരുപ്പിടുമ്പോൾ ഞാനിങ്ങനെ ഇവിടെ നോക്കും, എനിക്ക് സങ്കടം വരും. എനിക്ക് അന്നേരം സങ്കടം വന്നു. ഇത് പറഞ്ഞു തന്നൊന്നുമല്ല, പെട്ടെന്ന് അന്നേ ഓർത്തിച്ചു ഞാൻ കാരണമല്ലേ ഈ കൊച്ചു വന്നു. ഇവള് BSc പാസ്സായ ഇതുകൊണ്ട് വരുമ്പോൾ ഇയാളത് കത്തിച്ച് കളയും. അന്ന് ഇവള് പിന്നെ എങ്ങനെയാണ് പോയി കക്കട്ടയിൽ പോയി ആളുടെ കല്യാണം കഴിച്ച് അങ്ങനെ പോയി അമേരിക്കയിൽ പോയി അവിടെ വലിയ എഴുത്തുകാരിയായിട്ട് വീട്ടിലൊരു ഇഷ്യൂ വന്നപ്പം ചേച്ചി മരിച്ചു എന്ന് പറഞ്ഞാൽ വന്ന ആൾ പെട്ടെന്ന് ഈ 91 വയസ്സ് അപ്പൂപ്പന് അവളിങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ചെരുപ്പ് ഇടാൻ മേലെ പോലെ. അപ്പം ചെരുപ്പ് എടുത്ത് അപ്പോഴേക്ക് പെട്ടെന്നൊരു ഫീൽ ഉണ്ടായി. അത് ആ ഫീൽ ചിലപ്പോൾ അഭിനയിച്ച ആ നിമിഷം എനിക്ക് തോന്നിയതാണ്. അല്ല മുൻകൂട്ടി ഞാനും മുൻകൂട്ടി അന്നേരം എനിക്ക് വിഷമം മരണമെന്ന് വിചാരിച്ചില്ല. ചെരുപ്പിട്ട് പോകണം അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ തോന്നി. അത് നമുക്ക് എനിക്ക് തോന്നുന്നു അതിനോടുള്ള എൻ്റെ ഒരു ശ്രദ്ധ കൊണ്ടായിരിക്കാം. അതാ ഞാൻ പറഞ്ഞ ഓരോ നിമിഷവും ഞാൻ തന്നെ ചെയ്യുന്നു. അന്നേരം വിടട്ടെ എന്ന് വിചാരിക്കുമ്പോൾ വരിക, വേണ്ട എന്ന് വിചാരിക്കും കട്ട് ചെയ്യും, അല്ലേ? ഈയിടയ്ക്ക് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാ? ചെയ്ത് ശരിയായി സന്തോഷം? എനിക്ക് ലീല ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ലീല എന്ന പടത്തിന് ഉണ്ണിയുടെ പിള്ളാച്ചൻ സിനിമ ഓടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഓടാത്ത എനിക്ക് സിനിമാ ജീവിതത്തിൽ ഒരു വിഷമം ഉള്ളതെന്ന് വെച്ചാൽ ആ പടം ഓടാത്തതാണ്. നമ്മൾ അത്രമാത്രം ചില ഇഷ്ടപ്പെട്ടിട്ട് അത് പോയില്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി ആ ക്യാരക്ടർ. എന്ന് വെച്ചാൽ വലിയൊരു കോട്ടയത്തുകാരനോട് പിള്ളാച്ചൻ അത് ഇപ്പം കൃഷ്ണകാന്ത് എനിക്കിഷ്ടമാണ്. പൂക്കാലം ഇഷ്ടമാണ്. അങ്ങനെ ചില ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമാണ്. മിസ്സായ ക്യാരക്ടേഴ്സ് ഉണ്ടോ? അതായത് നമുക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റാതെ അതൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അതൊക്കെ ഓരോരുത്തർ അഭിനയിച്ചല്ലേ, പിന്നെ നമ്മൾ പറഞ്ഞത് ശരിയല്ലല്ലോ. അതല്ല നമുക്ക് ചിലപ്പോൾ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചില നല്ല കോമഡി സിനിമകൾ, മേലെപ്പറമ്പിൽ ആൺവീട്, അതുപോലെ രാംജി റാവു, അതിൻ്റെയൊക്കെ ഒരു ഇതൊന്ന് പറയാം. അതല്ല മേലെപ്പറമ്പ് ആൺവീടൊക്കെ നമ്മൾ അന്ന് ചെയ്തതല്ലേ. ഇപ്പോഴേ എന്നെ നടനായിട്ട് കാണുന്നു ഇപ്പോഴത്തെ തലമുറ. അതൊക്കെ ആ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചും കൂടെ പഴയ സിനിമകളൊന്നും അധികം. അതല്ലേ മേലെപ്പറമ്പ് ആൺവീട് എത്ര വർഷം? 80, 90? അല്ല, ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ അല്ലേ 90ഒക്കെ ആയിരിക്കും. അല്ല അതൊക്കെ പക്ഷെ ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ഇപ്പൊ കൃഷ്ണൻ അങ്ങനത്തെ അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും നല്ല പോലീസ് ഓഫീസർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
പോലീസ് ഓഫീസൊക്കെ ചെയ്ത് സോൾട്ട് ആൻഡ് പെപ്പർ പ്രണയം സ്വന്തം ഇഷ്ടമുള്ള ക്യാരക്ടറായിരുന്നു. ഭയങ്കര രസം. അതൊരു ഇന്നത്തെ ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഈ പ്രണയം ഉണ്ടല്ലോ, പ്രണയം എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പ്രണയം ഇങ്ങനെ അല്ല. അല്ലെ സിനിമയിലെ പ്രണയമല്ലേ എൻ്റെ ഗപ്പം ഇങ്ങനെ അല്ലെന്ന് ജഗതി പറയുന്ന പോലെയാ ഇത്. ഇപ്പം ഞാൻ കൊച്ചിലെ പോയി സിനിമ കാണുമ്പോഴത്തേക്കും നസീർ സാറിൻ്റെ ഒക്കെ പ്രണയമുണ്ടല്ലോ, ഇപ്പൂ കൊണ്ട് എറിഞ്ഞു, അങ്ങനെയൊന്നും സംഭവം എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പിന്നെ മരം ചുറ്റി ഓട്ടം അതൊന്നും പറ്റുകയില്ല. പക്ഷെ അങ്ങനെ അവന് ഡാൻസ് എനിക്ക് ഒട്ടും മനസ്സിൽ പിടിക്കാത്ത എനിക്ക് എന്തൊരു കുട്ടിക്കാലം പോലെ മാൻലി അല്ല എന്നുള്ള ഫീല് പെണ്ണുങ്ങൾക്കുള്ളതാണ്. അപ്പം എൻ്റെ സിസ്റ്ററിനെ ഡാൻസ് പഠിപ്പിക്കാൻ അച്ഛൻ അയച്ചു. അപ്പോൾ എന്നെ അയച്ചില്ല, എനിക്ക് പഠിക്കണമെന്നില്ല. ഞാൻ എൻ്റെ പെങ്ങളെ കൊണ്ടാക്കുന്ന കുറേ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ഞാൻ പോയിട്ട് പെങ്ങളെ ഡാൻസ് അവിടെ പോയി ഞാൻ വേറെ ഇതുപോലെ എന്നെ പോലുള്ള അനിയന്മാരുണ്ട്, അമ്മമാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തോ നമുക്ക് പറ്റുന്ന പണി അത് പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്ന് തോന്നലായിരിക്കാം. ഇത് രണ്ടും എനിക്ക്. പക്ഷെ എന്നിട്ട് അങ്ങനെയുള്ള എന്നെ എന്ത് ഗംഭീര കാമുകന അതിനകത്ത് ഈ സോൾട്ട് ആൻഡ് പെപ്പറിലെ. അതാണ് ഡയറക്ടർ എമ്മെടുക്കുക. കാണിക്കുന്നേ ഇല്ല. പക്ഷെ ഇയാളുടെ ഒരു യാത്ര ഉണ്ട് അവളോടൊപ്പം. എനിക്കൊന്ന് ആ സിനിമയിൽ ലാലിൻ്റെ പ്രണയമുണ്ട് ഇവളുമായിട്ട്, ശ്വേത, ആസിഫ് അലിയുടെ പ്രണയമുണ്ട്. പക്ഷേ എൻ്റെ പ്രണയം പെണ്ണ് പോലും ഇല്ല. പക്ഷെ അതിനേക്കാളിലൊക്കെ ഒരു എന്തൊരു പ്രണയമാണ് അത് ആൾക്കാരുടെ മനസ്സിലേ. ബാക്കിയുള്ളവരുടെ പ്രണയം പോലും ഇയാളുടെ പ്രണയത്തിലാണ് നിൽക്കുന്നത്. അല്ലേ? പടം കണ്ടില്ലേ? എന്നിട്ട് അതിനൊരു യാത്ര ഉണ്ട്. അയാൾ പണ്ട് കോളേജ് വെച്ച് ഒരു ചാമിനാറും വലിച്ച് നിൽക്കുമ്പോൾ അവൾ ഇറങ്ങി വന്ന് കണ്ട ഓർമ്മയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമുള്ള പ്രണയമല്ലേ അത്. ഭയങ്കര ലൈഫുണ്ട് അതിനകത്ത്. ഒരു എന്താ പറയുക, അഴകുഴമ്പൻ പഞ്ചാര പ്രണയമല്ല. അതെനിക്കിഷ്ടമായി ആ പ്രണയം. വേറെ അങ്ങനെ ഒരു പ്രണയം അങ്ങനത്തെ ഒരു സിനിമകൾ അഭിനയിച്ചിട്ടില്ല അല്ലെ? ഐ മീൻ ഒരു ടിപ്പിക്കൽ ഒരു റൊമാൻറ്റിക് പിന്നെ അങ്ങനെ പലതും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. ചെത്തിപ്പൂവേ എന്നൊക്കെ പാട്ടൊക്കെ പാടി. അത് ഒരിക്കലും അല്ല. പക്ഷെ എനിക്കങ്ങോട്ട് എൻ്റെ മനസ്സിലേ, നമ്മുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പ്രായമുള്ള ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ചെയ്യുന്നത് എനിക്കിഷ്ടം. എനിക്കല്ല, ഞാൻ പറഞ്ഞു ഞാനിന്ന് ചെറാടിക്കറിയാന്നൊക്കെ പറഞ്ഞാൽ രഞ്ജിപ്പണിക്കരോട് വടക്കുണ്ടാക്കി മേടിച്ചതാണ്. ഞാൻ മറ്റു വേറൊരു വേഷം എനിക്ക് പറഞ്ഞു. ഞാൻ ചെയ്യുന്നില്ല ഇതേ ഇവിടെ തനിക്ക് വേറെ വേഷമില്ല, അത് ഞാൻ എന്നാൽ ചെയ്യുന്നില്ല. അപ്പം വയസ്സം വേഷം പിന്നെ ഉള്ളത്. അപ്പം ഞാൻ ചെയ്യാം അങ്ങനെ പറഞ്ഞ് മേടിച്ചത്. അതാരെങ്കിലും മോഡൽ ചെയ്ത് ആണ് ആരെങ്കിലും മനസ്സിൽ ആരെങ്കിലും അങ്ങനെ ആ ഒരു ക്യാരക്ടർ ഈസ് നോട്ട് വൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് എന്നാണ്. അതായത് പലതാ ഒരു കഥാപാത്രം. നമ്മളൊരു ഈ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു ആ ആളെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. പക്ഷെ നമുക്ക് പല 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 അംശങ്ങളുണ്ടല്ലോ പലരുടെ. ചെറാടിക്കറിയാവുന്ന സംഭവം അതിനകത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പയ്യനുണ്ടായിരുന്നു. അവിടെ ഭയങ്കര പൈസക്കാരനാണ്. അന്നത്തെ കാലത്ത് ഫിയറ്റ് കാർ എന്നൊക്കെ വളരെ ഇന്നത്തെ ഒരു റോൾസ് റോയ്സ് എന്നൊക്കെ വേണേൽ പറയാം. അംബാസഡർ ആണല്ലോ. പിന്നെ ഫിയറ്റൊക്കെ പിന്നെ ഒരു പയ്യൻ ഒറ്റയ്ക്ക് അവന് വേണ്ടിയൊരു കാറെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവൻ ഫീജുസിക്കിൻ്റെ ജുബായും മുണ്ടൊക്കെ ഇങ്ങനെ പിടുത്തമാണ് പൊളിക്കിങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരിക. ഈ കൈക്കകത്ത് മുണ്ട് പിടിക്കുമ്പോൾ സിഗരറ്റ് കാണും, 555 സിഗരറ്റ്, ലൈറ്റ്സ് 555 അങ്ങനെ ഞാൻ കാണുന്നത് പാക്കറ്റ്. അതിൻ്റെ വരവുണ്ട് ഇങ്ങനെ കോട്ടയം ടൗണിൽ കൂടെ. എന്നുവെച്ചാൽ കോട്ടയം ടൗണൊക്കെ അവൻ്റെ ആണെന്ന് തോന്നുന്നു. കോളേജിൽ പഠിക്കുന്ന പയ്യനോ അതെനിക്ക് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുണ്ട്. അല്ല അത് അവന് പറ്റാത്തൊരു എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതെന്ന് പറയില്ലേ, അതൊക്കെ നമുക്ക് അതവന് പ്രായം ഇയാളുടെ പ്രായമാണോ. അപ്പം അതിൻ്റെ ചില അംശങ്ങളാണ് എന്നിൽ അന്ന് ചില കാര്യങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ അതെ അങ്ങനത്തെ ഉള്ള നമ്മളെ കണ്ട് മറന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും പെട്ടതോ ആയ കാര്യങ്ങളാണ്. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ എന്തെങ്കിലും അംശങ്ങൾ കിട്ടും. അത് മനഃപൂർവ്വം അന്വേഷിച്ച് പോകുന്നതോ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇറങ്ങി ഒബ്സർവ് ചെയ്ത് കളയാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ കുളിയും കഴിഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. സിനിമയിൽ വിജയരാഘവൻ വളരെ റഫും ടഫുമാണ്. ജീവിതത്തിൽ മിക്കവാറും എല്ലാ റഫായിട്ടുള്ള റോൾസ് ആണല്ലോ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ ജീവിതത്തിലുള്ള ആള് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ
ഞാൻ പറഞ്ഞു വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലേ, അങ്ങനെ വേണം അത് വേണം ഇത് വേണം, എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ അങ്ങനെയൊന്നും ഭ്രമിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് പിന്നിലാവിനകത്ത് അഭിനയിക്കാൻ പോകുമ്പോൾ ടൊയോട്ട കാറിലാണ് പോകുന്നത്. അച്ഛനെ ടൊയോട്ട ഉണ്ടെന്ന്, അച്ഛന് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. അല്ല അപ്പം അങ്ങനെ ആ വണ്ടി അതിൻ്റെ ഭ്രമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. ആദ്യം ഒരു കാറ് വാങ്ങിച്ച ഡിസോട്ടോ ഡിപ്ലോമാറ്റ് ഉണ്ട്. ഈ പണ്ടത്തെ വലിയ വണ്ടിയില്ല, ഇങ്ങനെ കുണുങ്ങി വരുന്ന വലിയ വാലും ചിറകും ഒക്കെ ഉള്ളത്, അതാണ് ആദ്യം മേടിച്ചത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. വലിയൊരു അങ്ങനത്തെ ഭ്രാന്തൊന്നുമില്ല എനിക്ക്. അത് വലിയ കാര്യമൊന്നുമില്ലെന്ന്. വലിയ നല്ല റോളുകൾ കിട്ടുക, ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും ആഗ്രഹം. എന്താണെന്ന് ചോദിച്ചാൽ നല്ല റോളുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു റോള് അങ്ങനത്തെ റോളൊന്നും ഇല്ല എനിക്ക്. എന്ത് റോള്? അങ്ങനെയല്ല, എന്നിൽ നിന്ന് വ്യത്യസ്തനായ ആളായിരിക്കണം, ഞാനായിട്ട് ആവാൻ തോന്നരുത്. അതിനുള്ള റോളും അതിനുള്ള സിറ്റുവേഷനൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ലീല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. പടം ഓടിയില്ല, എന്ത് ചെയ്യും? അപ്പം അങ്ങനെയൊക്കെ വരുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു വിഷമം, ദുഃഖം തോന്നിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ അതൊക്കെയാണ്. രാംജി റാവു പോലുള്ള ക്യാരക്ടർ ചെയ്യാൻ വിളിച്ചപ്പോൾ മടിയുണ്ടായിരുന്നു, അത് വളരെ സന്തോഷത്തോടെ ചെയ്യുന്നു. രാംജി റാവു അഭിനയം അങ്ങനെ ഇഷ്ടമല്ലേ, ഒരു പ്രത്യേകതയുള്ളൊരു ക്യാരക്ടർ അല്ലേ? അതെ, പിന്നെ പക്ഷെ രാംജി റാവു ക്യാരക്ടർ കാരിക്കച്ചർ, അതൊരു ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആദിമധ്യം എന്നുള്ള കഥയിലൊരു അയാളുടെ ഇമോഷണലായിട്ടുള്ള പല സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രമാണല്ലോ. അയാളുടെ പല സ്റ്റേജസ് ഉണ്ടാവണം. രാംജി റാവു എന്ന ക്യാരക്ടർ അതൊരു അയാൾക്ക് അങ്ങനെയൊന്നുമില്ല. അയാൾക്കൊരു ഒറ്റ ലക്ഷ്യം, ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്നിട്ട് അതിനെ വെച്ച് വില പറയും. ഒരു ഒറ്റ ഇതേ ഉള്ളൂ. നല്ല ഹ്യൂമറസ് ആണെങ്കിലും അത് ചെയ്യുന്ന രീതിയിൽ അത് ഒരു എന്താ പറയുക, ഒരു ഇൻകോൺഗ്രിവിറ്റി ഉണ്ടല്ലോ, ഒരു അസാംഗത്വം ഉണ്ട്. ഇത് വലിയ ക്ഷീരബീജ പരാക്രമി എന്ന് പറഞ്ഞ പുള്ളി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫ് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ കാണുന്ന, അപ്പോൾ അത് കാണുമ്പോൾ ഇവൻ്റെ ഒരു മണ്ടത്തരം. അപ്പോൾ അവനോട് സിപ്പ് വെച്ച് ഓഫ് ചെയ്ത് എന്ന് പറയുന്നൊരു പൊട്ടൻ ഉണ്ടല്ലോ. അപ്പോൾ ആ വലിപ്പം ആൾക്കാർ കാണുമ്പോൾ അപ്പോഴാണ് അതിനകത്ത് ഒരു മണ്ടൻ ഉണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, കാരിക്കച്ചറിങ്ങാണ്. പല ക്യാരക്ടറും പല നമ്മുടെ സമീപനം ഈ പറഞ്ഞ മാതിരി അത് തോന്നുക, അങ്ങനെ കഥാപാത്രം കിട്ടുക ഒക്കെ വലിയ ഭാഗ്യമാണ്. അതാണ് ഭാഗ്യം സിനിമയിലെ. 40 വർഷത്തെ കരിയറിന് ശേഷം കഴിഞ്ഞ വർഷമല്ലേ ഒരു സ്റ്റേറ്റ് അവാർഡ് വരുന്നത്. എന്താണ് അപ്പൊ തോന്നി ഇത്രയും കാലങ്ങൾക്ക് ശേഷം, ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തതിന് ശേഷം? എല്ലാവരും തോന്നിയില്ല. ആഗ്രഹിച്ചിട്ടില്ലേ? അല്ല, എന്താ ഞാൻ പറഞ്ഞ പുച്ഛിച്ച് പറഞ്ഞല്ല, എന്താന്ന് വെച്ചാല് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇതറിഞ്ഞു ഈ ചെറാടിക്കറിയ അത് അഭിനയിച്ചപ്പോൾ ഈ ക്രിട്ടിക്സ് അവാർഡ്, അന്ന് ക്രിട്ടിക്സ് അവാർഡ് വലിയ ഭയങ്കര ആൾക്കാർ ശ്രദ്ധിക്കുന്ന അവാർഡായിരുന്നു. ഈ സ്റ്റേറ്റ് അവാർഡ് പോലെ തന്നെ. സ്റ്റേറ്റ് അവാർഡൊക്കെ ഈ മന്ത്രി വന്നിട്ട് കൊടുക്കുമല്ലേ. ക്രിട്ടിക്സ് അവാർഡ് അങ്ങനെയല്ല, വലിയ ഫംഗ്ഷൻ നടത്തിയിട്ട് അന്ന് കോട്ടയത്തോ എറണാകുളത്തൊക്കെ വലിയ ജനപ്രളയമായിരിക്കും. അന്ന് ഈ സ്റ്റേജ് ഷോ ഒന്നും ഇറങ്ങിയിട്ടില്ല, ഭയങ്കര ആളായിരിക്കും, അതൊക്കെ ടിക്കറ്റ് വെച്ചായിരിക്കും. അപ്പം അങ്ങനെ ഒരു അവാർഡ് കിട്ടിയിരിക്കും. അപ്പോൾ അന്നൊക്കെ ഇത്തവണ സ്റ്റേറ്റ് അവാർഡ് ഉറപ്പാണ്. കിട്ടിയില്ല സ്റ്റേറ്റ് അവാർഡ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേശാടനം, അപ്പോൾ ഉറപ്പ് അവാർഡ് കിട്ടിയില്ല. ഈ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായത് കാര്യമില്ല ഇതിലൊന്നും. പിന്നെ ഇത് ഏറ്റവും സന്തോഷം ഇതൊന്നും അല്ല കേട്ടോ, ഒരു പടം കഴിഞ്ഞിട്ട് അത് നല്ലതാണെന്ന് വിളിച്ച് പറയരുത് നമ്മളെ ആൾക്കാരെ. അത് ഭയങ്കര സന്തോഷം. ഇപ്പം കിഷ്കിന്താ കാണണം, ഒരു പൂക്കാലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പറയാം, അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നുന്നത്. നമുക്കൊരു അതാണ് ഏറ്റവും സന്തോഷം. ഒരു അവാർഡിനെക്കാട്ടും അവാർഡ് മോശം എന്നല്ല പറഞ്ഞത്, അംഗീകാരങ്ങളെ. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ പൂച്ചോണ്ട് തന്ന ഇഷ്ടമല്ലേ, അതിനാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. എല്ലാവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നടനല്ല കലാകാരനാകുന്നത്. എന്താ ഇപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരും നമ്മളെ എങ്ങനെ ഒരു എക്സിബിഷനിസം എന്നോ സ്വഭാവം ഉണ്ടല്ലോ, നമ്മളെ എങ്ങനെ എക്സിബിറ്റ് ചെയ്യാമെന്നോ. അത് ഇപ്പം നാടകത്തിലാകുമ്പോൾ നമ്മൾ 10,000 പേരെ കാണുന്നുള്ളൂ ദിവസം. സിനിമയാകുമ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ഇപ്പം ഞാനീ സംസാരിക്കുന്ന സമയത്ത് തന്നെ ലോകത്തിൽ എത്ര പേരെ കാണുന്നത്. അതല്ലേ ഭയങ്കര സന്തോഷമല്ലേ അത്. അതിപ്പോൾ ഒരു സന്തോഷം എന്താണ്, ഇതിപ്പോൾ ഒരു ജീവിതം എന്താ. എനിക്ക് 10 ജന്മം ഉണ്ടെങ്കിലും നടനായിട്ട് ജനിച്ചാൽ മതി. പിന്നെ ഒരു ജന്മത്തിൽ എന്തെല്ലാം കഥാപാത്രങ്ങളാകാം, തല്ലാം, കൊല്ലാം,
ബലാത്സംഗം ചെയ്യാം, ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം. കലക്ടർ, പോലീസാകാം, കള്ളനാകാം, രാജാവാകാം, പ്രജയാവാം, അല്ലേ? പറ്റുമോ? വേറെ വലിയ ഏതെങ്കിലും പണിക്ക് പറ്റുമോ? ആ സമയത്ത് നമ്മളതല്ലേ. ആരുടെ മുമ്പിലും മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പം എത്ര പേരുടെ അകമ്പടിയോടുകൂടി ഞാൻ പോകുന്നത് മുഖ്യമന്ത്രി ആകുമ്പോഴാണ്. ഇപ്പം ഞാൻ അഭിനയിച്ചു മുഖ്യമന്ത്രിയായിട്ട്. അതൊക്കെ ഒരു അഭിനയിക്കുന്ന ആ നിമിഷം നമ്മൾ ഏതെങ്കിലും നിമിഷമേ അതിൻ്റേതായ എല്ലാ നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഭാഗ്യം. ഇതിന് ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒന്നിനും പ്രതീക്ഷയേ ഇല്ല. അത് നമ്മളെ പറഞ്ഞു. അത് വരുമ്പോൾ പാട്ട വരുന്ന പറയുമ്പോഴത്തേക്കും ഞാൻ ഇത്തവണ ഞാൻ എവിടെയാണ് എന്താ ഞാൻ UK പോയിരുന്നു. മോൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അന്ന് ഓഗസ്റ്റിൽ, അന്നേരമാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എന്നെ മോൻ വിളിച്ചു. അവൻ ഇവിടുന്ന് രണ്ടാമത്തവൻ എന്നെ അവിടുത്തെ 12 മണി മറ്റായി. ഞാൻ ഉറങ്ങുക. അപ്പം രാവിലെ പത്രത്തിൽ ന്യൂസിൽ മറ്റോ വന്നു. മച്ചാ ഇങ്ങനെ ന്യൂസ് ഒന്ന് കേട്ടോ. ശരിയാ. എനിക്കത് അപ്പം ഞാൻ ആലോചിച്ചത് എനിക്ക് വലിയതായിട്ടൊരു സംഭവം. ഞാൻ പ്രത്യേകിച്ച് അവിടെയല്ല, തലേദിവസത്തെ ഇതൊന്നും അറിയുന്നൊന്നുമില്ല. ഇവിടെ നാളെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ തോന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എന്നെ ഏതോ ചാനലിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ സന്തോഷമൊന്നും ചാനൽ വരാം. ഞാൻ എഴുന്നേറ്റേ ഉള്ളൂ. അന്ന് ഞാൻ എങ്ങാണ്ട് രാത്രിയിലൊക്കെ ഞങ്ങളെങ്ങാണ്ടൊക്കെ പോയിട്ട് കിടന്ന് 2 മണിയോ 3 മണി അവിടുത്തെ 2 മണിക്ക് കിടന്നത്. പിന്നെ നേരത്തെ വെളുത്തെ ഉടനെ എഴുന്നേറ്റ്. ഇപ്പോൾ ഇന്ന് 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഇരിക്കുമ്പോഴാണ് ഒന്നും വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലാത്ത എനിക്ക് വരാൻ പറ്റില്ല. എന്തെങ്കിലും പറയാം. ഞാൻ പറയാം അവാർഡ് കിട്ടി എന്ത് തോന്നണോ? വളരെ സന്തോഷം തോന്നുന്നു. കൂടുതൽ ഞാൻ ഒരു സന്തോഷം മാത്രം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവർ പറഞ്ഞു പുള്ളിക്ക് അത്ര തൃപ്തിയായില്ലെന്ന് തോന്നുന്നത്. തൃപ്തിക്കുറവുണ്ടായിട്ടില്ല. ഞാൻ ഉറക്കപ്പിച്ച് എഴുന്നേറ്റിരിക്കുക. ഇല്ല, അങ്ങനെയല്ലേ അപ്പോൾ ഓരോരുത്തരെ പറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പം അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ലൈഫിന്റെ ഫിലോസഫി എന്താണ്? എനിക്കെല്ലാം ഇന്ന് ഈ നിമിഷം. എനിക്ക് നാളെ ഇല്ല, എനിക്ക് ഇന്നലെ ഇല്ല, ഇന്ന് ഈ നിമിഷമാണ് എൻ്റെ വിശ്വാസം. അതിനപ്പുറമൊന്നുമില്ല. അത് മതി എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എന്തിനാ കൂടുതൽ ദൈവവിശ്വാസം ഞാൻ ശീലിച്ചിട്ടില്ല. ഇവിടെ വിളക്ക് കത്തിക്കാറില്ല, നാമം ജപിക്കാറില്ല. അങ്ങനെ സാഹചര്യം വളർന്നതേ. അമ്മയ്ക്ക് വിശ്വാസമാണ്. അമ്മ അമ്പലത്തൊക്കെ പോകും. അമ്മ വന്ന് അമ്പലത്തിൽ പോയി നമ്മളെ ചന്ദനമൊക്കെ തൊഴിക്കും. അച്ഛന് 1% പോലും ഇല്ലായിരുന്നു. അച്ഛൻ തർക്കിക്കാനും പോകാറില്ല ആരോടും. പക്ഷേ അച്ഛൻ അസലായിട്ട് ഉപനിഷത്തുക്കളും രാമായണവും മഹാഭാരതവും ഒക്കെ അസലായിട്ട് അറിയാം. അതൊക്കെ ഉണ്ട്. അച്ഛൻ ബൂമറാങ് എന്ന നാടകത്തിനകത്ത് 2ാമത്തെ രംഗം കൃഷ്ണൻ ഇതാണ് ഗീതോപദേശമാണ്. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഇതാണ് ആ നാടകത്തിൻ്റെ 2ാമത്തെ രംഗം. അതൊക്കെ അച്ഛൻ അസലായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അച്ഛൻ വിശ്വാസമില്ല ശകലം പോലും. പക്ഷേ ഞാൻ അമ്മ 91 മരിച്ചത്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ലോസ് ഫീലിംഗ് എന്ന് വെച്ചാൽ എന്തോ ഒരു ഭയങ്കര വാക്കം എനിക്ക് ഫീൽ ചെയ്തു. ആ സമയത്ത് ഞാൻ മൂകാംബിയെ പോയിരുന്നു. മൂകാംബി നമ്മുടെ വേറെ ആളുടെ കൂടെ. അത് കഴിഞ്ഞിട്ടൊരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനും എൻ്റെ കൊച്ചും മോനും ഒക്കെ. അവൻ ട്രെയിനെ കയറിയിട്ടില്ല. അവൻ എന്നെ ട്രെയിനെ ഇപ്പം CK സോമൻ എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാനിങ്ങനെ നീ വരുന്നോ? ചുമ്മാ പോവാം. അപ്പോൾ വൈഫും പറഞ്ഞു നമുക്ക് പോകാം. ഞാൻ മൂകാംബിയെ പോയിട്ടില്ല. അമ്മ പോകാമെന്നോ? അല്ല, എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോയതല്ല. എന്നുവെച്ചാൽ ശീലമില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു സമാധാനം തോന്നി. അതെന്താണെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ഞാനിപ്പോൾ ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് എന്താ ഞാനൊന്നും ചോദിക്കാതെ തൊഴാൻ പോലും എനിക്കറിയില്ല. ഇതൊന്നും ശീലിച്ചിട്ടില്ല. അവിടെ പോയിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ അങ്ങനെയല്ല, ചുമ്മാ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു എന്തോ എനിക്ക് തോന്നുന്നത് അമ്മ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ എൻ്റെ മനസ്സിലുള്ള, അതെനിക്ക് ഒരിക്കലും മാറുകയില്ല. ഇപ്പോഴും അച്ഛൻ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് അതിഭയങ്കരമായൊരു വിശ്വാസമുണ്ട്. അച്ഛൻ എനിക്കത് അല്ലാതെ പറ്റില്ല.
എന്നെ പറ്റി എല്ലാവരും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അച്ഛനെ പറ്റി പറയാത്തൊരു ദിവസം ഇല്ല എനിക്ക്. അപ്പം എൻ്റെ ഈ പറഞ്ഞ എല്ലാം അച്ഛനാണ്. അപ്പം അതുകൊണ്ട് അത് വിട്ടൊരു ജീവിതം എനിക്കില്ല. എന്നാൽ അമ്മ അങ്ങനെയാണ്. പിന്നെ ഭയങ്കര ബോണ്ടിയുള്ള ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. അച്ഛനും അമ്മയും ഞാനും എല്ലാവരും കൂടെ. വേറെ ഈ ബന്ധുക്കൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മക്കളൊക്കെ അങ്ങനെ മക്കളെ ഒന്നും ചേട്ടനും അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല? ഞാൻ അങ്ങനെയാണെന്നും പറയാം. അവരൊക്കെ ആ വിശ്വാസമുള്ളവരുണ്ട്. മൂത്തവൻ അത്ര വലിയ വിശ്വാസമില്ലെന്ന് തോന്നുന്നത്. ഇളയവൻ നല്ല വിശ്വാസം. അവൻ വലിയ വിശ്വാസിയാണ്. എനിക്ക് വിശ്വാസം പോരാന്നൊക്കെ പറയുന്നവനാണ് ഞാൻ. ശരിക്കും ദൈവവിശ്വാസം പറയാൻ പറ്റില്ല. അത് എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കൺഫ്യൂഷൻ എനിക്ക്. അവിടെ പോയിട്ടും ഇത് എനിക്കറിയാം അവിടെ ഇരിക്കുന്ന വിഗ്രഹം എന്താണെന്നും അത് എങ്ങനെ ഉണ്ടായെന്നൊക്കെ അതൊക്കെയാണ് തോന്നുന്നു എനിക്ക് അവിടെ പോകുമ്പോൾ. അതായത് എനിക്കെന്നാൽ പക്ഷേ എന്നാൽ എനിക്ക് അവിടെ പോകുന്നൊരു ആശ്വാസമുണ്ട്. എന്തോ അതൊരു ഈ പറഞ്ഞ അതെ ഞാൻ ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം എന്നാണ് അച്ഛൻ പറഞ്ഞത്.